Hello friends, welcome to Inspire Technical PSC. എല്ലാവർക്കും ഇൻസ്ട്രക്ടർ ഗ്രേഡ് 1 ഇലക്ട്രോണിക്സ് എന്ന കോച്ചിങ്ങിന്റെ ആദ്യത്തെ സെഷനിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് തുടങ്ങുകയാണ് ഇൻസ്ട്രക്ടർ ഗ്രേഡ് 1. അടുത്ത ലക്ഷ്യത്തിലേക്ക് നമ്മൾ എല്ലാവരും കൂടെ നല്ല രീതിയിൽ തന്നെ പ്രിപ്പയർ ചെയ്യുക. ഞാനതിന് നിങ്ങളുടെ മുൻപിൽ തന്നെ ഉണ്ടാവും പ്രിപ്പറേഷൻ സഹായിക്കാൻ. അപ്പൊ എല്ലാവരും അതിന്റെ ആ ഫ്ലോയിൽ തന്നെ പോകണം. ഇടയ്ക്ക് വെച്ചിട്ട് എക്സാം കുറെ ഏറെ നീളും എന്നുള്ള അങ്ങനെയുള്ള ഡെസ് പഠിക്കുന്ന ഒരുപാട് പേരുണ്ട്. അപ്പൊ അതൊന്നും നിങ്ങളുടെ മൈൻഡിലേക്ക് കൊണ്ടുവരണ്ട. ഇപ്പൊ പോളിടെക്നിക് എക്സാം വന്നപ്പോൾ നിങ്ങൾക്ക് ആ ഒരു സ്ട്രാറ്റജി മനസ്സിലായിട്ടുണ്ടാവും. എക്സാം വരുന്ന സമയത്ത് എടുത്ത് പഠിക്കുന്ന ആ ഒരു തിയറി എല്ലാവരും മാറ്റി വെക്കണം. ആഴ്ചയിൽ ഇത്രയും ഒരു ലൈവ് ക്ലാസ് മാത്രമേ ഉള്ളൂ. അതിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്തിരിക്കരുത്. നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന ഒരു വീഡിയോ ലൈബ്രറി ഉണ്ട് പ്രീവിയസ് ക്ലാസ്സിൻ്റെത്. അതെല്ലായിടത്തും കാണണമെന്നല്ല പറയുന്നത്. നമ്മൾ ഓൾറെഡി പോളിടെക്നിക്കിന് വേണ്ടി നടത്തി വന്നിരുന്ന ആഴ്ചയിൽ 3 ദിവസമായിരുന്നു ക്ലാസ്. അപ്പൊ ആ 3 ദിവസത്തെ ദാറ്റ് മീൻസ് ആ തുടക്കത്തിലുള്ള 1, 2, 3 അങ്ങനെ ആഴ്ചയിൽ 3 വീഡിയോസ് എങ്കിലും മിനിമം കംപ്ലീറ്റ് ചെയ്യുന്ന രീതിയിൽ നിങ്ങൾ പ്രിപ്പയർ ചെയ്യുക. അപ്പൊ ഞാനതിന്റെ പ്രിപ്പറേഷൻ സ്ട്രാറ്റജിയും ക്ലാസിന്റെ സ്ട്രാറ്റജിയും എങ്ങനെയാണെന്ന് ഈ ഒരു ക്ലാസ്സിലൂടെ പറയാം. അതുപോലെ തന്നെ സിലബസും നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ടതുണ്ട്. ഡീറ്റെയിൽ ആയിട്ടൊന്നും പോകേണ്ട കാര്യമില്ല. സിലബസ് എല്ലാവർക്കും മനസ്സിലായി കാണും അല്ലെ എന്താണെന്നുള്ളത്. അപ്പൊ നമ്മൾ എന്താണെങ്കിലും ഒന്നുകൂടെ പറയുന്നുണ്ട്. സർ മാത്സ് ഇല്ലേ റെക്കോർഡഡ് വീഡിയോ? മാത്സിന്റെ നോക്കാം. മാത്സ് സെപ്പറേറ്റ് ആയിരുന്നു നമ്മുടെ പിന്നെ എന്താണ് കോച്ചിങ്ങില്, പോളിടെക്നിക്കില് ഉൾപ്പെടെ മാത്സ് സെപ്പറേറ്റ് ആയിരുന്നു സൂര്യ. ഓക്കെ, അപ്പൊ അത് എന്തെങ്കിലും ചെയ്യാം, കുഴപ്പമില്ല. ദെൻ അപ്പോ ഇൻസ്ട്രക്ടർ ഗ്രേഡ് 1ന്റെ കോച്ചിങ്ങിന്റെ ആദ്യത്തെ സെഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇനി റെക്കോർഡഡ് സെഷൻ കാണുന്നവരും ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പൊ ആഴ്ചയിലുള്ള ഒരു ലൈവ് ക്ലാസ് ആണ്. ബുധനാഴ്ച രാത്രി 9 മണിക്കാണ്, എല്ലാ ബുധനാഴ്ചയും. മാക്സിമം ഇനിയിപ്പോ ഈ ക്ലാസ്സിന്റെ റെക്കോർഡഡ് കാണുന്നവർ ശ്രദ്ധിക്കുക, ലൈവിലേക്ക് തന്നെ വന്ന് ഇന്ററാക്ട് ചെയ്യാൻ ശ്രമിക്കുക. കാരണം ആക്ച്വലി നമുക്ക് എല്ലാ പാർട്ടുകളും അതിന്റെ ഓൾമോസ്റ്റ് എല്ലാ ദാറ്റ് മീൻസ് ക്വസ്റ്റ്യൻസും നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞതാണ്. അപ്പൊ അതിന്റെ വീഡിയോ ലൈബ്രറിയാണ് നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത്. പിന്നെയും നിങ്ങൾക്കറിയാം നമുക്ക് പിന്നെ നിങ്ങൾക്ക് എന്താണ് നോട്ട്സ് കിട്ടും അല്ലെ? പല പിന്നെ ഇൻസ്റ്റിറ്റ്യൂട്ടോ ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നവരുണ്ടാവും. ദാറ്റ് മീൻസ് നോട്ട്സ് എന്ന് പറഞ്ഞാൽ എൻ്റെ സിലബസിന്റെ നോട്ട്സ്. പക്ഷെ അത് നിങ്ങൾ വാങ്ങിച്ചു വെച്ചിട്ട് എന്താ ചെയ്യാറ്? ഒന്നില്ലെങ്കിൽ എക്സാം വിളിക്കുന്ന സമയത്ത് നിങ്ങൾ ഓപ്പൺ ചെയ്ത് നോക്കും, അതുവരെ എന്താണ് അത് തുറന്നു നോക്കാറില്ല. പൊതുവെ കൂടുതൽ ആൾക്കാരുടെയും കേസാണ് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഈ വീഡിയോ ലൈബ്രറി പ്രൊവൈഡ് ചെയ്തത് കൊണ്ട് നിങ്ങൾക്ക് പിന്നെ ഫുൾ ആയിട്ട് യൂസ്ഫുൾ ഉണ്ടാകണമെന്നില്ല. കാരണം നിങ്ങൾ എടുത്ത് നോക്കില്ല. കാരണം അതിന്റെ പുറകിൽ നിന്നൊരു ഫോഴ്സ് ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾ അത് ഫോളോ ചെയ്ത് പോവുള്ളൂ. അപ്പം അതിന്റെ സ്ട്രാറ്റജിയിലേക്കാണ് ഞാനിപ്പോ ആദ്യം പറയാൻ പോകുന്നത്, എങ്ങനെ അത് ഫോളോ അപ്പ് ചെയ്ത് പോകണമെന്നുള്ളത്. അപ്പോൾ ഓരോ ആഴ്ചയും ഒരു 3 വീഡിയോസ് വരുന്ന രീതിയിൽ, ഓക്കെ, 1, 2, 3 ആ ഒരു ഓർഡറിൽ തന്നെയാണ് ഇട്ടിരിക്കുന്നത്. നമ്പർ വെച്ചിട്ട് തന്നെയാണ് വിമിയോയില് വീഡിയോസ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ ആദ്യത്തെ 3 എണ്ണം ഇനി എന്താണെങ്കിലും നിങ്ങൾ കണ്ടിരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. അതിന്റെ ആ 3 പിന്നെ ക്ലാസ്സുകളുടെ ആ ഒരു ഡിസ്കഷൻ ആണ് നമ്മൾ ഇന്ന് കണ്ടിന്യൂ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, ഇതിന്റെ സിലബസിന്റെ പുറകെയായിട്ട്. അപ്പൊ ഓരോ ആഴ്ചയും അങ്ങനെ തന്നെ. അപ്പോൾ ലൈവ് ഓരോ ആഴ്ചയും ഒരെണ്ണം വെച്ചിരിക്കുന്നത് നിങ്ങളുടെ ഫോളോ അപ്പിനും കൂടെ വേണ്ടിയാണ്. അപ്പൊ അതുകൊണ്ട് റെക്കോർഡഡ് സെഷൻസ് കാണുന്നവരുൾപ്പെടെ മാക്സിമം ലൈവിൽ വന്ന് ഇന്ററാക്ട് ചെയ്യാൻ ശ്രമിക്കണം. അങ്ങനെയാണെങ്കിൽ നമുക്കിതൊരു ഇന്ററാക്റ്റീവ് ക്ലാസ് ആയിട്ടും അതുപോലെ തന്നെ നിങ്ങൾക്ക് ഒരു എഫക്റ്റീവ് ആയിട്ട് വരാൻ വേണ്ടിയാണ് ഇങ്ങനെ ഒരു ലൈവ് ആഴ്ചയിൽ ഒരെണ്ണം പ്രിപ്പയർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ മാക്സിമം എല്ലാവരും വരാൻ ശ്രദ്ധിക്കുക. ഓക്കെ അല്ലേ? ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിന്റെ ഡീറ്റെയിൽസിലേക്ക് കിടക്കാം. മെയിൻ ആയിട്ട് സിലബസിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരുപാട് പേര് ഡൗട്ട് ചോദിച്ചിരുന്നു സിലബസ് എങ്ങനെ ആയിരിക്കും എന്നുള്ളത്. അപ്പൊ ഈ സിലബസ് പ്രിപ്പയർ ചെയ്തിരിക്കുന്നത് ഓൾറെഡി നമുക്ക് PSC ഈ പറഞ്ഞ ഇൻസ്ട്രക്ടർ ഗ്രേഡ് 1 ഇലക്ട്രോണിക്സിന്റെ സിലബസ് ഇട്ടിട്ടില്ല. കാരണം നിങ്ങൾക്ക് തന്നെ അറിയാം, എക്സാം വിളിച്ചിട്ട് എക്സാമിന്റെ ഡേറ്റ് വന്ന് ഒരാഴ്ച കഴിയുമ്പോഴാണ് സിലബസ് നമ്മുടെ PSCയുടെ സൈറ്റിൽ അപ്ലോഡ് ആവുന്നത് അല്ലെ? അപ്പൊ അതെന്താണെങ്കിലും നമുക്കിപ്പോൾ അവൈലബിൾ അല്ല. ഇവിടെ ഈ ഒരു സിലബസ് പോളിടെക്നിക്കിന്റെ തന്നെ സിമിലർ ആണ് എന്ന് പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇലക്ട്രിക്കൽ സബ്ജക്റ്റ് ആണ്. ദാറ്റ് മീൻസ് ഇലക്ട്രിക്കലിന്റെ പോളിടെക്നിക്കിന്റെ എക്സാം 2016 കഴിഞ്ഞിരുന്നു. അത് കഴിഞ്ഞിട്ട് ഡിസംബറിൽ ഇൻസ്ട്രക്ടർ ഗ്രേഡ് 1 ഇലക്ട്രിക്കലിന്റെ എക്സാമും കഴിഞ്ഞിരുന്നു. അപ്പൊ അതിന്റെ രണ്ടിന്റെയും സിലബസ് എടുത്തു നോക്കി, പോളിടെക്നിക്കിന്റെ അതേ സിലബസ് തന്നെയാണ്. ദാറ്റ് മീൻസ് 2016 GK ഉൾപ്പെടെയായിരുന്നു സിലബസ് ഇട്ടിരുന്നത്. GK ഒഴിവാക്കിയിട്ടുള്ള അതേ സിലബസ് തന്നെയാണ് ഇലക്ട്രിക്കലിന് ഫോളോ ചെയ്തിരുന്നത്. ഓക്കെ, എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ടോ? ഒന്ന് എന്തെങ്കിലും ഡൗട്ട് ഒക്കെ ഉണ്ടെങ്കിൽ കമന്റിൽ ചോദിക്കണം കേട്ടോ. അപ്പൊ ഞാനതാണ് എന്തിലോട്ടാണ് പിന്നെ ഇനിയിപ്പോ ഈ റെക്കോർഡ് കാണുന്നവരും ഈ സെഷൻസ് നമുക്ക് ഫ്രീ ആയിട്ട് വിടാം. അപ്പം
അപ്പോൾ ആ ഒരു ഇലക്ട്രിക്കലിന്റെ ലെക്ചററും അതുപോലെ തന്നെ നമ്മുടെ പിന്നെ എന്താണ് ഇലക്ട്രിക്കലിന്റെ തന്നെ ഇൻസ്ട്രക്ടർ ഗ്രേഡ് 1ഉം പിന്നെ അതിന്റെ സിലബസ് നോക്കിയപ്പോൾ ഒരു മാറ്റവും ഇല്ലായിരുന്നു. അതേ സിലബസ് തന്നെയായിരുന്നു ഫോളോ ചെയ്തത്. അതുകൊണ്ട് തന്നെ നമ്മളും ഫോളോ ചെയ്യേണ്ടത് ഇത് തന്നെയായിരിക്കണം. കോർ സബ്ജക്റ്റും സെയിം, എല്ലാം പിന്നെ സെയിം ആയിരുന്നു, ഒരു മാറ്റം പോലും ഇല്ലായിരുന്നു ഇലക്ട്രിക്കലിന്റെ കേസിൽ. അപ്പൊ അങ്ങനെ തന്നെ പ്രതീക്ഷിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഈ ഒരു പോസ്റ്റും പിന്നെ നമ്മുടെ ഇലക്ട്രോണിക്സിന്റെ ഈ ഒരു പോസ്റ്റും ഫോളോ അപ്പ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. ഇനി നമുക്ക് എന്തെങ്കിലും അഡീഷണൽ ആയിട്ട് കോർ സബ്ജക്റ്റുകൾ കയറി വരുമോ ഇല്ലയോ എന്നുള്ളത് ഫൈനൽ പിന്നെ PSCയുടെ സൈറ്റിൽ വരുമ്പോഴേ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. നമ്മുടെ പോളിയുടെ പ്രതീക്ഷിച്ചിരുന്ന പോലെ തന്നെ പോളിയിലും മാറ്റമൊന്നും, പോളി ടെക്നിക്കിന്റെ സിലബസ് മാറ്റമൊന്നും ഇല്ലായിരുന്നു വന്നപ്പോൾ. അപ്പം ഇനി മാറ്റം വരാനൊന്നും ചാൻസ് ഇല്ല, ഏകദേശം ഫിക്സഡ് ആയിട്ടുള്ള സിലബസ് ആണ്. എന്നാലും ഒരു മുൻകരുതൽ എടുക്കുന്ന എന്ന രീതിയിൽ മാത്രം പറഞ്ഞു വെച്ചതേ ഉള്ളൂ. എന്താണെങ്കിലും പോളിടെക്നിക്കിന്റെ അതേ സിലബസ് തന്നെയാണ്. നമുക്ക് അതിനകത്ത് ടെക്നിക്കൽ മാത്സ്, ബേസിക് സിവില്, ബേസിക് മെക്കാനിക്കൽ, ഇലക്ട്രിക്കൽ, അതുപോലെ തന്നെ എസെൻഷ്യൽ ഓഫ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് ഒക്കെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ എന്താണെങ്കിലും ഉണ്ട്. പിന്നെ കോർ സബ്ജക്റ്റുകളായിട്ട് വരുന്നത് ഇതുവരെ ആദ്യമായിട്ട് വരുന്നവർക്കും കൂടെ വേണ്ടിയാണ് ഒന്ന് പറഞ്ഞു പോകുന്നത്. ബാക്കി പോളിടെക്നിക് കോച്ചിങ്ങിൽ ഉണ്ടായിരുന്നവർക്ക് ഓൾറെഡി ഇതൊക്കെ എടുത്തു പോയതാണെന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഇലക്ട്രോണിക് സർക്യൂട്ട്സ് ആണ് ഒന്നാമത്തെ പിന്നെ കോർ സബ്ജക്റ്റ് ആയിട്ട് നമ്മുടെ സിലബസിൽ കിടക്കുന്നത്. പിന്നെയാണ് നമ്മുടെ ഒപ്പാം ലീനിയർ ഇന്റഗ്രേറ്റഡ് സർക്യൂട്ട്സ് വരുന്നത്. ദെൻ ഡിജിറ്റൽ ഇലക്ട്രോണിക്സ്, ദെൻ മൈക്രോ പ്രോസസർ ആൻഡ് മൈക്രോ കൺട്രോളർ ഒരുമിച്ചാണ്. 8086 ആണ് നമ്മുടെ മൈക്രോ പ്രോസസർ ആയിട്ട് നമുക്ക് എടുത്ത് പഠിക്കേണ്ട പിന്നെ എന്താണ് പ്രോസസറിൽ വരുന്നത്, സിലബസിൽ എടുത്തു പറഞ്ഞിരിക്കുന്നത്. അതിന്റെ ആർക്കിടെക്ചറും കാര്യങ്ങളും ഒക്കെയാണ് നമുക്ക് ഡീറ്റെയിൽഡ് ആക്കേണ്ടത്. പിന്നെ മൈക്രോ കൺട്രോളർ എന്ന് പറയുന്നത് 8051 ആണ്. 8051ന്റെ ആർക്കിടെക്ചറും അതിന്റെ റിലേറ്റഡ് ആയിട്ടുള്ള ഇൻസ്ട്രക്ഷൻ സെറ്റും അഡ്രസ്സിംഗ് മോഡ്സ് ഒക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കണം. ഓക്കെ, ഓൾറെഡി നമ്മൾ ക്ലാസ് എടുത്തതാണ് ഇതെല്ലാം. ദെൻ കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ്, കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗിൽ ആണ് ഒരു പിന്നെ വാസ്റ്റ് ആയിട്ടുള്ള ഏരിയ വരുന്നത്. അപ്പോൾ ഓൾറെഡി നിങ്ങളുടെ ആ സിലബസ് നമ്മുടെ ഗ്രൂപ്പിൽ കിടപ്പുണ്ട്. അപ്പൊ അത് ഡീറ്റെയിൽഡ് സിലബസ് എല്ലാവരും ഒന്ന് എടുത്ത് നോക്കിക്കൊള്ളുക. ഞാൻ ഇവിടെയും അതെടുത്ത് ചുമ്മാ വായിച്ചു പോകുന്നില്ല. കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗിലാണ് നമ്മുടെ അനലോഗ് കമ്മ്യൂണിക്കേഷൻ, ഡിജിറ്റൽ കമ്മ്യൂണിക്കേഷൻ, പിന്നെ കമ്മ്യൂണിക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട ടെലിവിഷൻ വരുന്നത്, അതുപോലെ തന്നെ മൈക്രോവേവ് വരുന്നത്, റഡാർ വരുന്നത്, ആന്റിന വരുന്നത്. ഇതെല്ലാം കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗിന്റെ അണ്ടറിൽ തന്നെയാണ്. പിന്നെ സ്മോൾ പോർഷൻ ആയിട്ട് DSP വരുന്നത്, ഇതൊക്കെ പിന്നെ കവർ ചെയ്ത് പോകുന്നത്. ആക്ച്വലി പിന്നെ നമ്മുടെ അവസാനം കഴിഞ്ഞ പോളിടെക്നിക്കിന്റെ എക്സാമിൽ ഇതൊന്നും ചോദിച്ചിരുന്നില്ല അല്ലെ. ആക്ച്വലി എന്താണ് നമ്മുടെ DSPയോ അതുപോലെ തന്നെ TV ഒക്കെ വളരെ ഒന്നുമില്ലായിരുന്നു അല്ലെ. അപ്പൊ അത് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. നമ്മുടെ പിന്നെ എന്താണ് പിന്നെ ധർമ്മം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തന്നിരിക്കുന്ന അനുസരിച്ച് അങ്ങ് പഠിക്കുക, പിന്നെ എല്ലാം നമുക്ക് വരുന്നത് തുച്ച് കാണുക എന്നുള്ളത്. പിന്നെ ഫൈനലി പവർ ഇലക്ട്രോണിക്സ്. അപ്പോൾ പവർ ഇലക്ട്രോണിക്സ് ഒരു മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആണ് എന്ന് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും പോളിടെക്നിക്കിന്റെ ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്ന് തന്നെ. അപ്പൊ അതും കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കേണ്ട ഒരു പിന്നെ സബ്ജക്റ്റ് ആണ്. അപ്പൊ ഇത്രയും ആണ് നമ്മുടെ നിലവിലുള്ള പിന്നെ പോളിടെക്നിക്കിന്റെ സിലബസിൽ കവർ ചെയ്യപ്പെടുന്ന കോർ സബ്ജക്റ്റുകൾ. അപ്പൊ ഇത് നമ്മൾ ഓൾറെഡി എടുത്തു പോയിട്ടുണ്ട്. അതിന്റെ വീഡിയോ ലൈബ്രറി നിങ്ങൾക്ക് അവൈലബിൾ ആണ്. അത് കൂടാതെ അഡീഷണൽ ആയിട്ട് വരുന്ന ക്വസ്റ്റ്യൻസും പിന്നെ എന്തെങ്കിലും കുറച്ച് കാര്യങ്ങൾ നമ്മൾ തുടക്കത്തിലുള്ള ഒരു കോച്ചിങ് ആയിരുന്നല്ലോ, അപ്പൊ അതിന്റെ എന്തെങ്കിലും മിസ്സിംഗ് ആയിട്ടുള്ള പോർഷൻസ് ഉണ്ടെങ്കിൽ അതും നമ്മുടെ ഈ പറഞ്ഞ ലൈവ് സെഷൻസിൽ കവർ ചെയ്ത് പോകുന്നതായിരിക്കും. അപ്പൊ അതുപോലത്തെ ഒരെണ്ണം ഇന്ന് ഇട്ടിട്ടുണ്ട്, നമുക്ക് എടുത്ത് പോകാത്ത ഒരു കാര്യം. അപ്പൊ അതിൽ നിന്നൊക്കെ ക്വസ്റ്റ്യൻ വരാൻ ചാൻസ് ഉള്ളതാണ്. എന്താ സോബിനെ, നെറ്റ്വർക്ക് തിയറി, കൺട്രോൾ സിസ്റ്റം, സിഗ്നൽ, EMT എക്സെട്ര ഉണ്ടാകുമോ? പോളിക്ക് ഇതൊന്നും പഠിക്കണ്ടല്ലോ, ബട്ട് ബിടെക്കിന് ഉണ്ട് താനും. അതാണ് സോബിനെ ഞാൻ പറഞ്ഞത്. ഞാൻ കമ്പയർ ചെയ്ത് പറഞ്ഞല്ലോ, ഇലക്ട്രിക്കലിന്റെ പോളിടെക്നിക് ലെക്ചററിന്റെയും ഈ പറഞ്ഞ എന്താണ് നമ്മുടെ ഇൻസ്ട്രക്ടർ ഗ്രേഡ് 1ന്റെയും സിലബസ് എടുത്ത് ഞാൻ വെരിഫൈ ചെയ്തിരുന്നു. അതിൽ ഒരു മാറ്റവും ഇല്ലായിരുന്നു. അതായത് കോർ സബ്ജക്റ്റ് ഒന്നും, ദാറ്റ് മീൻസ് ഈവൻ ഒരു പോയിന്റ് പോലും വ്യത്യാസമില്ല, കോപ്പി പേസ്റ്റ് ചെയ്യുന്ന രീതിയിലായിരുന്നു വന്നത്. അത് വെച്ചിട്ട് നമുക്കിപ്പോൾ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ നെറ്റ്വർക്ക് തിയറിയും കൺട്രോൾ സിസ്റ്റവും സിഗ്നൽസും ഒക്കെ കയറി വരുമോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് പിന്നെ ഫൈനൽ ദാറ്റ് മീൻസ് സിലബസ് വരുമ്പോഴേ പറയാൻ പറ്റുള്ളൂ. കൺട്രോൾ സിസ്റ്റം, നെറ്റ്വർക്ക്, EMT പ്രീവിയസ് ഓക്കെ, അത് മനസ്സിലായി ജിത. പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾ ശ്രദ്ധിച്ചിരുന്നോ? അതിനകത്ത് ബേസിക്സ് ഉണ്ടായിരുന്നോ ജിത? ബേസിക്സ് വന്നിട്ടുണ്ടായിരുന്നോ? ഇല്ലല്ലോ. ബേസിക് ആയിട്ടുള്ള സിവിലോ മെക്കോ ഒന്നും കണ്ടിട്ടില്ലല്ലോ. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ 2014 അല്ലേ ജിത പറയുന്നത്? 2014 അല്ലേ പറയുന്നത്? അതിൽ കണ്ടിരുന്നോ ബേസിക്സ് ഒക്കെ ഉണ്ടായിരുന്നോ? ഓക്കെ, ബേസിക് ആയിട്ടുള്ള സിവിലും മെക്കൊക്കെ ഉണ്ടായിരുന്നോ? അതിൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പർ ആണോ പറയുന്നത്? ആണോ? ഒന്ന് കൺഫേം ചെയ്ത് പറയൂ. ഓക്കെ,
അപ്പൊ അതെന്താണെങ്കിലും നമ്മൾ ഉണ്ടെങ്കിൽ എന്താണെങ്കിലും എടുത്തിരിക്കും. ഉണ്ടെങ്കിൽ തന്നെ അതിന്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള പാർട്ടുകളെ വരുള്ളൂ. അപ്പം കൺട്രോൾ സിസ്റ്റവും നോക്കിയിട്ട് പറയാം. ഓക്കെ, ഞാൻ ആക്ച്വലി കണ്ട ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇൻസ്ട്രക്ടർ ഗ്രേഡ് 1ന്റെ ഓൾഡ് ക്വസ്റ്റ്യൻ പേപ്പറിൽ അന്ന് പഴയ സിലബസ് അനുസരിച്ചുള്ളതായിരുന്നു. അപ്പൊ അതില് കൺട്രോൾ സിസ്റ്റവും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. പക്ഷേ ബേസിക് ആയിട്ടുള്ള നമ്മുടെ സിവിലും ഒക്കെ ഒന്നും കണ്ടിരുന്നില്ല. അപ്പൊ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഇലക്ട്രിക്കലുമായിട്ട് ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് നടന്നത് കമ്പയർ ചെയ്തിട്ടുള്ള സിലബസ് ആണ് ഇപ്പൊ ഇട്ടിരിക്കുന്നത്. ഓക്കെ, അപ്പൊ അത് നമുക്ക് എന്താണെങ്കിലും പിന്നെ ഇത് എന്താണ് നമുക്ക് സപ്പോസ് ഈ കൺട്രോൾ സിസ്റ്റവും ഇതൊക്കെ കയറി വന്നാലും നമുക്ക് ടെൻഷൻ അടിക്കാനൊന്നുമില്ല. 2 മാസം മുമ്പ് നമുക്ക് സിലബസ് കയ്യിൽ കിട്ടും. 2 മാസം ധാരാളമാണ്. ബാക്കിയുള്ള ഇത്രയും ഈ കൺട്രോൾ സിസ്റ്റം വന്നാലും നെറ്റ്വർക്ക് വന്നാലും നമുക്ക് കവർ ചെയ്യാൻ എന്താണെങ്കിലും സഫീഷ്യന്റ് ആയിട്ടുള്ള ടൈമാണ്. അതെന്താണെങ്കിലും തീർത്തു ഇരിക്കും. ഓക്കെ, അത് ഷുവർ ആണ്. അതിൽ പിന്നെ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, ക്ലിയർ അല്ലേ? ഓക്കെ, നമുക്ക് എന്നാൽ സ്റ്റെപ്പ് ചെയ്താലോ? അടുത്ത നമുക്ക് ഇന്നിപ്പോ നമ്മൾ ആദ്യം തുടങ്ങിയ സിലബസ്, പോളിടെക്നിക്കിന്റെ ആദ്യം നമ്മൾ തുടങ്ങിയ സിലബസ് എന്ന് പറയുന്നത് ഇലക്ട്രോണിക് സർക്യൂട്ടിൽ നിന്നായിരുന്നു. ഓക്കെ, അപ്പൊ ഇലക്ട്രോണിക് സർക്യൂട്ട്സിൽ ആദ്യം നമ്മൾ പഠിച്ചത് സെമി കണ്ടക്ടേഴ്സ് ആയിരുന്നു. സെമി കണ്ടക്ടേഴ്സിന്റെ ഇതിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ബേസിക് ഇലക്ട്രോണിക്സിലെ തന്നെ എനർജി ബാൻഡ്സ് എന്ന് പറയുന്ന ഒരു ഏരിയ നമ്മൾ അവിടെ കവർ ചെയ്തിരുന്നില്ല. അതിൽ നിന്ന് ക്വസ്റ്റ്യനും നമുക്ക് ആക്ച്വലി വന്നിരുന്നില്ല ലാസ്റ്റ് ടൈമില്, ഇപ്പൊ കഴിഞ്ഞ റീസെന്റ് പോളി ലെക്ചറിന്. പക്ഷെ എന്നാലും ഇനിയിപ്പോ പിന്നെ പ്രതീക്ഷിക്കേണ്ട ഒരു ഏരിയ ആണ്. അപ്പൊ എനർജി ബാൻഡ്സിന്റെ കുറച്ച് കാര്യങ്ങൾ നമുക്ക് ഡീറ്റെയിൽ ചെയ്യാനുണ്ട്. കാരണം സെമി കണ്ടക്ടേഴ്സിലേക്ക് വരുമ്പോൾ അവിടെ എക്സ്റ്റൻസിക് സെമി കണ്ടക്ടറിന്റെ പി ടൈപ്പും എൻ ടൈപ്പും ഏത് പിന്നെ എന്താണ് ഫെർമി ലെവലിനോട് അടുത്തായിരിക്കും എന്നുള്ള ചോദ്യം ഒരുപാട് വരുന്നുണ്ട്. അപ്പൊ അത് നമ്മൾ അവിടെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നതായിരിക്കും. അപ്പൊ നമുക്ക് എനർജി ബാൻഡ്സിലേക്ക് കിടക്കാം അല്ലെ. എനർജി ബാൻഡ്സ് എല്ലാവർക്കും പിന്നെ എന്താണ് ഏകദേശ രൂപം ഉണ്ടാവും. എനർജി ബാൻഡ്സ് എന്താണ് ഉദ്ദേശിക്കുന്നത് ഒരു സാങ്കല്പികമായിട്ടുള്ള ഒരു ഏരിയ ആണ് ഈ എനർജി ബാൻഡ്സ് എന്ന് പറയുന്നത്. അപ്പൊ ഈ എനർജി ബാൻഡ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം, ഇപ്പം ഇവിടെ ഒരു ഇൻട്രൊഡക്ടറി പാർട്ടായിട്ട് കൊടുത്തിരിക്കുന്നു. ഗേഷ്യസ് ആയിട്ട്, അതായത് ഗ്യാസ് പിന്നെ എന്താണ് വാതകാവസ്ഥയിലുള്ള ഒരു സബ്സ്റ്റൻസിന്റെ മോളിക്കുലാർ അറേഞ്ച്മെന്റ് എന്ന് പറയുന്നത് അടുത്തടുത്തായിരിക്കില്ല അല്ലെ. നമ്മൾ ഏറ്റവും ബേസിക് ക്ലാസ്സുകളിൽ നമ്മുടെ സ്കൂൾ ലെവലിൽ പഠിക്കുന്ന കാര്യമാണ്. ലിക്വിഡ് ആണെങ്കിൽ എന്താണ് മോളിക്കുലർ അറേഞ്ച്മെന്റ് എന്ന് പറയുന്നത് വളരെ അടുത്തടുത്തായിരിക്കും. അപ്പൊ ആറ്റംസ് എല്ലാം വളരെ ക്ലോസ്ലി അറേഞ്ച്ഡ് ആയിരിക്കും. സോളിഡിന്റെ കേസിൽ അല്ലെ, സോളിഡ് ആയിട്ടുള്ള ഒരു ഖര അവസ്ഥയിലിരിക്കുന്ന ഒരു വസ്തുവിന്റെ ആറ്റംസ് വളരെ അടുത്തായിരിക്കും. അപ്പൊ അങ്ങനെയുള്ള ആറ്റംസ് എല്ലാം കൂടിച്ചേർന്നുണ്ടാകുന്ന ഒരു എനർജി ലെവൽസ്. അപ്പൊ ഈ ആറ്റത്തിന്റെ ഒക്കെ ഓരോ എനർജി ലെവൽസ് ഉണ്ടാവും. ആ എനർജി ലെവൽസ് നമുക്ക് ക്ലോസ് ആയിട്ട് നമ്മൾ ഒബ്സർവ് ചെയ്ത് കഴിഞ്ഞാൽ ഓരോ ബാൻഡ് ആയിട്ട് നമ്മൾ അതിനെ തിരിക്കുവാണ്. ഓക്കെ, ആ ബാൻഡിലേക്ക് നമ്മൾ വരാം. അങ്ങനെയുള്ള എനർജി ലെവൽസിനെയാണ് ഇപ്പം എനർജി ലെവൽസ്. ഇപ്പോൾ ഗ്യാഷ്യസിന് സബ്സ്റ്റൻസിന് എന്താണ് ആറ്റംസ് വളരെ പലയിടത്തായിട്ടായിരിക്കും. അപ്പൊ അവിടുത്തെ എനർജി ലെവൽസ് എന്ന് പറയുമ്പോൾ കുറച്ചുകൂടെ വൈഡ് ആയിരിക്കും അല്ലെ. ഇനി സോളിഡിലേക്ക് വന്നു കഴിഞ്ഞാൽ ആറ്റംസ് എല്ലാം വളരെ ക്ലോസ്ലി അറേഞ്ച്ഡ് ആണ്. അപ്പൊ എനർജി ബാൻഡ്സ് എന്ന് പറയുന്നത് അടുത്തടുത്തായിട്ട് വരുന്നതായിട്ട് നമുക്ക് വേണമെങ്കിൽ സങ്കല്പിക്കാം. അപ്പൊ അങ്ങനെയുള്ള സാങ്കല്പികമായിട്ടുള്ള ഈ ഒരു എനർജി ലെവൽസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, എനർജി ബാൻഡ് എന്ന് പറയുന്നത്. അപ്പൊ എനർജി ബാൻഡിലേക്ക് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ, അപ്പൊ ഈ എനർജി ബാൻഡ് വെച്ചിട്ടാണ് നമുക്ക് കണ്ടക്ഷൻ നടക്കുന്നുണ്ടോ അല്ലെങ്കിൽ കണ്ടക്ഷൻ ഇല്ലയോ എന്നൊക്കെ ഉള്ളത് നമ്മൾ പ്രെഡിക്റ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ അതിലേക്ക് നമുക്ക് എന്താണ് ആദ്യമായിട്ട് നമുക്ക് വാലൻസ് ഇലക്ട്രോൺസിനെ കുറിച്ച് നമ്മൾ പഠിക്കാറുണ്ട് അല്ലെ. അപ്പൊ ആ വാലൻസ് ഇലക്ട്രോൺസ് വെച്ചിട്ടാണ് നമ്മൾ ആദ്യമായിട്ട് നമ്മൾ വാലൻസ് ബാൻഡിനെ കുറിച്ച് ഡിസ്ക്രൈബ് ചെയ്യുന്നത്. അപ്പൊ വാലൻസ് ഇലക്ട്രോൺസ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു പിന്നെ ആറ്റം അല്ലെങ്കിൽ ഒരു എലമെന്റ് എടുത്തു കഴിഞ്ഞാൽ അതിന്റെ ഏറ്റവും ഔട്ടർ മോസ്റ്റ് ഓർബിറ്റിലുള്ള ഇലക്ട്രോൺസുകളെയാണ് നമ്മൾ എന്ത് പറയുന്നത്, വാലൻസ് ഇലക്ട്രോൺസ് എന്ന് പറയുന്നത്. ഏറ്റവും പുറമെ റിസൈഡ് ചെയ്യപ്പെടുന്ന ഇലക്ട്രോൺസുകളെയാണ് വാലൻസ് ഇലക്ട്രോൺസ് എന്ന് പറയുന്നത്. ഇത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ലേ. വാലൻസ് ഇതൊന്നും ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു പോകേണ്ട കാര്യം ഇല്ലല്ലോ അല്ലെ. ഔട്ടർ നമ്മൾ കെമിസ്ട്രിയിൽ ഒരുപാട് തവണ പഠിച്ചു പോയ കാര്യമാണ്. ആക്ച്വലി ഇതൊന്നും നമുക്ക് ആവശ്യവുമില്ല. ഞാൻ നമ്മുടെ ഏരിയയിലേക്ക് വരുമ്പം ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാകാൻ വേണ്ടി ഒന്നുകൂടെ പറയുന്നത് മാത്രമേ ഉള്ളൂ. അപ്പൊ ഈ വാലൻസ് ഇലക്ട്രോൺ എന്താണ് കുറച്ച് എനർജി, ഇപ്പം വാലൻസ് ഇലക്ട്രോൺസിന് എന്താണെങ്കിലും സം എനർജി ഉണ്ടാവും. കാരണം അതിന്റെ ന്യൂക്ലിയസുമായിട്ട് ബൗണ്ട് ചെയ്തിരിക്കുന്നതുകൊണ്ട് ഒരു എനർജി ലെവൽസ് ഉണ്ടാവും അല്ലെ. ആ എനർജി ലെവൽസ് എത്രയാണോ അതിനെ റെപ്രസെന്റ് ചെയ്യുന്ന ഒരു ബാൻഡ് ഡയഗ്രാം നമ്മൾ വരയ്ക്കുന്നു. ആ ബാൻഡ് ഡയഗ്രാം ആണ് നമ്മൾ വാലൻസ് ബാൻഡ് എന്ന് പറയുന്നത്. അത്രയേ ഉള്ളൂ ഈ പറഞ്ഞ വാലൻസ് ബാൻഡിനെ കുറിച്ച് നമുക്ക് ഡിസ്ക്രൈബ് ചെയ്യാനുള്ളത്. ഓക്കെ, അപ്പൊ ഔട്ടർ മോസ്റ്റിൽ ഒരു എന്താണ് ഇലക്ട്രോൺസുകൾക്ക് ഒരു എനർജി ഉണ്ടാവും. ആ എനർജിനെ റെപ്രസെന്റ് ചെയ്യാൻ ഒരു ബാൻഡ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നു. ഓക്കെ, ഇനി അടുത്ത ബാൻഡ് എന്ത് നമ്മൾ പഠിച്ചിരിക്കുന്ന എന്ത് ബാൻഡാണ്, നമ്മുടെ കണ്ടക്ഷൻ നടക്കുന്നുണ്ടോ ഇല്ലയോ എന്നറിയാൻ വേണ്ടി. അല്ലെങ്കിൽ നമുക്ക് കറണ്ട് ഒരു സർക്യൂട്ട് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടേണ്ട എന്താണ്, കറണ്ട് ആണെന്ന് വിചാരിക്കാം. അപ്പൊ ആ കറണ്ട് കിട്ടുന്നുണ്ടോ, അപ്പൊ അതാണല്ലോ നമ്മളെ കണ്ടക്ഷൻ എന്ന് പറയുന്നത്. കണ്ടക്ഷൻ നടക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടിയാണ്
കണ്ടക്ഷൻ ബാൻഡ് എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ കണ്ടക്ഷൻ ബാൻഡ് എന്താണ്? ഈ വാലൻസ് ഇലക്ട്രോൺസ് നമ്മളിപ്പോ പറഞ്ഞ തൊട്ടു മുമ്പ് പഠിച്ച ഔട്ടർ മോസ്റ്റ് പിന്നെ ഓർബിറ്റിൽ റിസൈഡ് ചെയ്യപ്പെടുന്ന ഇലക്ട്രോൺസുകൾക്ക് എവിടുന്നെങ്കിലും കുറഞ്ഞ അളവിലോ എന്തെങ്കിലും ഒരു എനർജി കിട്ടിക്കഴിഞ്ഞാൽ ഇതെന്ത് ചെയ്യും? അവിടുന്ന് എന്താണ് എക്സിറ്റ് ചെയ്യപ്പെടും. മനസ്സിലാവുന്നുണ്ടോ? ക്ലിയർ അല്ലേ? നമ്മുടെ എപ്പോഴും ചെയ്യുന്ന ആ ഒരു പിന്നെ പ്രതിഭാസം തന്നെ എന്തെങ്കിലും എനർജി നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ കിട്ടിക്കഴിഞ്ഞാൽ ഇതെന്ത് ചെയ്യും? ആ ഔട്ടർ മോസ്റ്റ് ഓർബിറ്റിൽ നിന്ന് പുറത്തേക്ക് വരും. അങ്ങനെയുള്ള ഇലക്ട്രോൺസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഫ്രീ ഇലക്ട്രോൺസ് എന്ന് പറയുന്നത്. സോ നിങ്ങൾക്ക് ഇവിടെ കാണാം ഫ്രീ ഇലക്ട്രോൺസ് എന്ന് നമ്മൾ ഡിസ്ക്രൈബ് ചെയ്യുന്നത് ഈ ഔട്ടർ മോസ്റ്റ് വാലൻസ് ഇലക്ട്രോൺസിൽ നിന്ന് പുറത്തേക്ക് വരുന്ന ഇലക്ട്രോൺസുകളെയാണ് നമ്മൾ ഫ്രീ ഇലക്ട്രോൺസ് എന്ന് പറയുന്നത്. ഓക്കെ, ഈ ഫ്രീ ഇലക്ട്രോൺസ് എന്താണ് നമുക്ക് ആക്ച്വലി തരുന്നത്? ഈ ഫ്രീ ഇലക്ട്രോൺസ് ആണ് ഒരു കണ്ടക്ടറിലോ സെമി കണ്ടക്ടറിലോ നമ്മൾ ഇനി പഠിക്കാൻ പോകുന്ന ആധികാരികമായിട്ട് സെമി കണ്ടക്ടറിനെ കുറിച്ചാണ്. അപ്പൊ കണ്ടക്ടറിലോ ഒക്കെ ഈ ഫ്രീ ഇലക്ട്രോൺസിന്റെ അളവ് വളരെയധികം കൂടുതലുള്ളത് കൊണ്ടാണ് കണ്ടക്ഷൻ നടക്കുന്നത്, നമുക്ക് കറണ്ട് കിട്ടാൻ കാരണമാകുന്നത്. ഓക്കെ, അപ്പൊ ഈ ഫ്രീ ഇലക്ട്രോൺസിന്റെ പിന്നെ മൂവ്മെന്റ് കൊണ്ടുണ്ടാകുന്ന കണ്ടക്ഷൻ നടക്കുന്നത് കൊണ്ടാണ് നമ്മൾ എന്ത് പറയുന്നത്? ഈ ഫ്രീ ഇലക്ട്രോൺസിനെ നമ്മൾ എന്തും കൂടെ പറയും? കണ്ടക്ഷൻ ഇലക്ട്രോൺസ് എന്നും കൂടെ പറയും. ഓക്കെ, അപ്പൊ മറ്റൊരു പേരുണ്ടെന്നേ ഉള്ളൂ. അപ്പൊ ഈ പുറത്തേക്ക് വന്ന ഫ്രീ ഇലക്ട്രോൺസിന് എന്താണെങ്കിലും ഒരു എനർജി ലെവൽസ് ഉണ്ടാവുമല്ലോ. ആ ഒരു എനർജി ലെവലിനെ കാണിക്കാൻ മറ്റൊരു ബാൻഡ് നമുക്ക് ആവശ്യമാണ്. അപ്പൊ ആ ഒരു പേരിൽ നിന്ന് തന്നെ നമ്മൾ ആ ബാൻഡിന് പേരിട്ടു. എന്താണ്? കണ്ടക്ഷൻ ബാൻഡ് എന്ന് നമ്മൾ ആ ഒരു എനർജി ലെവൽസിന് പേര് നമ്മൾ കൊടുത്തു. ഓക്കെ, അപ്പൊ അപ്പം ഈ വാലൻസ് ബാൻഡും കണ്ടക്ഷൻ ബാൻഡും വെച്ചിട്ടാണ് നമുക്ക് ഇനി ഡിസ്ക്രിപ്ഷൻ നമുക്കിനി എന്താണ് കണ്ടിന്യൂസ് ആയിട്ട് വരാൻ പോകുന്നത്. അപ്പൊ അതിലേക്ക് വരുമ്പോൾ കൂടുതലായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും. ഇത് ബാക്കിയുള്ളത് നിങ്ങൾ കണ്ടിട്ടുള്ളതാണ്. അപ്പൊ ഇത് വെച്ചിട്ടാണ് നമ്മൾ ഫോർബിഡൻ എനർജി ഗ്യാപ്പ് പറയുന്നത്. ഓക്കെ, ഫോർബിഡൻ എനർജി ഗ്യാപ്പ് എന്ന് പറഞ്ഞാൽ ഇവിടെ തന്നെ നിങ്ങൾക്ക് കാണാം ഈ വാലൻസ് ബാൻഡിനും കണ്ടക്ഷൻ ബാൻഡിനും ഇത് പിന്നെ ഇടയിലുള്ള ഒരു പിന്നെ ലെവലാണ് ഈ ഫോർബിഡൻ എനർജി ഗ്യാപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, ആ ഗ്യാപ്പിന് നമുക്കൊരു പേരിട്ടിരിക്കുന്നു ഫോർബിഡൻ എനർജി ഗ്യാപ്പ് എന്നാണ് നമ്മൾ പറയുന്നത്. അപ്പൊ ഇവിടെ എന്താണ്? വാലൻസ് ബാൻഡിനും കണ്ടക്ഷൻ ബാൻഡിനും ഇടയിൽ സ്പേസ് ഉണ്ടെങ്കിൽ ആ ഒരു ഏരിയ എന്താണോ ആ ഏരിയ ആണ് മൊത്തമായിട്ട് നമ്മൾ എന്ത് പറയുന്നത്? ഫോർബിഡൻ എനർജി ഗ്യാപ്പ് എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഇവിടെ കാണാം ഒരു ഫുള്ളി ഓർ പാർഷ്യലി ഫിൽഡ് ആയിട്ടുള്ള വാലൻസ് ബാൻഡ് ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അപ്പൊ ഇവിടെ ഒരു പിന്നെ വാലൻസ് ഇലക്ട്രോണുകളെ റെപ്രസെന്റ് ചെയ്യാനുള്ള ഒരു വാലൻസ് ബാൻഡ്. പിന്നെ നമ്മൾ പറഞ്ഞു ഫ്രീ ഇലക്ട്രോൺസ് പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ ആ ഫ്രീ ഇലക്ട്രോൺസിന്റെ എനർജി റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു ബാൻഡാണ് കണ്ടക്ഷൻ ബാൻഡ്. അപ്പൊ അതും നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നു. ഇതിനിടയിലുള്ള സ്പേസ് അല്ലെങ്കിൽ ഉണ്ടെങ്കിൽ എന്താണോ അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഫോർബിഡൻ എനർജി ഗ്യാപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, as the name implies, this band is the forbidden one without energy. Hence no electrons stay in this band. അതായത് അപ്പം ഈ ഒരു പേരിൽ നിന്ന് തന്നെ ഫോർബിഡൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ ഒരു ബാൻഡിൽ എന്താണ് നമുക്ക് പ്രത്യേകം എനർജി ഒന്നും നമ്മൾ കൊടുക്കുന്നില്ല എങ്കിൽ ഇലക്ട്രോൺസ് വന്ന് ഇവിടെ ഇതിനിടയ്ക്ക് നിൽക്കുമോ? ഒന്നില്ലെങ്കിൽ അത് വാലൻസ് ബാൻഡിലായിരിക്കണം, അല്ലെങ്കിൽ അത് കണ്ടക്ഷൻ ബാൻഡിലായിരിക്കണം. ഓക്കെ, അപ്പൊ ഇതിനിടയിൽ ആയിരിക്കില്ല എന്നാണ് ഇത് ഉദ്ദേശിക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ? അപ്പം ഇലക്ട്രോൺസ് എന്താണ് ഇവിടെ മറഞ്ഞിരിക്കുകയാണ് ചെയ്യുന്നത്. ഒന്നില്ലെങ്കിൽ അത് വാലൻസിലായിരിക്കും, അല്ലെങ്കിൽ കണ്ടക്ഷൻ ബാൻഡിലായിരിക്കും. ഇനി നമ്മൾ എന്തെങ്കിലും എനർജി കൊടുക്കുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്? വാലൻസ് ഇലക്ട്രോൺസ് എനർജി അച്ചീവ് ചെയ്തിട്ട് കോവാലൻ ബോണ്ട് ബ്രേക്ക് ചെയ്തിട്ട് കണ്ടക്ഷൻ ബാൻഡിലേക്ക് അത് ട്രാവൽ ചെയ്യുന്നത്. അപ്പൊ അത് പോകുന്നത് ഏത് വഴിയാണ്? ഈ ബാൻഡിലൂടെ തന്നെയായിരിക്കും. അപ്പൊ അതിനാണ് ഫോർബിഡൻ എനർജി ഗ്യാപ്പ് എന്ന് പറയുന്നത്. ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെച്ചേക്കുക. ഈ ഫോർബിഡൻ എനർജി ഗ്യാപ്പ് ഇൻസുലേറ്ററിലേക്ക് വന്നു കഴിഞ്ഞാൽ എത്രയായിരിക്കും? വളരെ വൈഡ് ആയിരിക്കും അല്ലെ. നമ്മൾ എത്ര എനർജി കൊടുത്തു കഴിഞ്ഞാലും പിന്നെ കണ്ടക്ഷൻ നടക്കുമോ ഇൻസുലേറ്ററിൽ? ഇല്ല. കാരണം ഈ ബാലൻസ് ദാറ്റ് മീൻസ് ഈ പറഞ്ഞ വാലൻസ് ഇലക്ട്രോൺസിന്റെയും കണ്ടക്ഷൻ ബാൻഡിന്റെയും ഇടയിലുള്ള ഫോർബിഡൻ എനർജി ഗ്യാപ്പ് എന്ന് പറയുന്നത് ഇൻസുലേറ്ററിന് ഏകദേശം 10 ഇലക്ട്രോൺ വോൾട്ട് ആണ്. അപ്പൊ അതിൽ നിന്ന് എന്താ മനസ്സിലാക്കുന്നത്? ഈ 10 ഇലക്ട്രോൺ വോൾട്ടിനെക്കാട്ടിലും കൂടുതലായിട്ടുള്ള ഒരു എനർജി കൊടുത്തു കഴിഞ്ഞെങ്കിൽ മാത്രമേ, അതെന്ന് പറയുന്ന ഒരു ഹ്യൂജ് എമൗണ്ട് ഓഫ് വോൾട്ടേജ് ആണ്. അതൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ ഇൻസുലേറ്റർ എന്താണ് കരിഞ്ഞു തന്നെ പോകാൻ കാരണമാകും അല്ലെ. അപ്പൊ അത് എന്താണെങ്കിലും സഫീഷ്യന്റ് അല്ല. വളരെ കുറഞ്ഞ അളവിൽ കൊടുത്തു കഴിഞ്ഞാൽ അത് കണ്ടക്ട് ചെയ്യില്ല എന്നർത്ഥം. ഓക്കെ, അപ്പൊ 10 ഇലക്ട്രോൺ വോൾട്ട് ഓളമാണ് എന്ത്? ഫോർബിഡൻ എനർജി ഗ്യാപ്പ് ഫോർ ഇൻസുലേറ്റേഴ്സ്. അതുകൊണ്ടാണ് നമുക്ക് എന്ത് സംഭവിക്കുന്നത്? ഇൻസുലേറ്റർ ആയിട്ട് തന്നെ വർക്ക് ചെയ്യുന്നത്. കാരണം കണ്ടക്ഷൻ ഒന്നും നടക്കാത്തതിനുള്ള കാരണമായിട്ട് നമ്മൾ പറയുന്നത്. ഓക്കെ, ക്ലിയർ ആണല്ലോ? മനസ്സിലായി വരുന്നില്ല എല്ലാവർക്കും? അപ്പൊ ഇതൊന്നും നമുക്ക് ആവശ്യമില്ല. നമ്മൾ സെമി കണ്ടക്ടറിലേക്കാണ് വരുന്നത്. അവിടെ ഈ പിന്നെ എന്താണ് നമ്മുടെ വാലൻസ് ബാൻഡിലും കണ്ടക്ഷൻ ബാൻഡിലും എന്ത് സംഭവിക്കുന്നു എന്നുള്ള ആ ഒരു പിന്നെ ക്വസ്റ്റ്യൻ വരും. അതിനുവേണ്ടിയാണ് ഞാൻ ഇച്ചിരി കുറച്ചുകൂടെ ഡീറ്റെയിൽഡ് ആയിട്ട് പോകുന്നത്. എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ഇന്ററാക്ട് ചെയ്ത് ചോദിക്കണം. ഓക്കെ,
അപ്പോൾ നമുക്ക് ഇൻസുലേറ്ററിന്റെ കാര്യമാണ് ഇപ്പൊ പറഞ്ഞത്. ഇപ്പൊ ഇതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഇനി സെമി കണ്ടക്ടറിലേക്ക് വന്നു കഴിഞ്ഞാൽ എന്താണ്? ആ പേരിൽ തന്നെയുണ്ട് സെമി കണ്ടക്ടർ. എന്താ ഉദ്ദേശിക്കുന്നത്? എക്സ്റ്റേണൽ ആയിട്ട് എന്തെങ്കിലും എനർജി അല്ലെങ്കിൽ ടെമ്പറേച്ചറിന്റെ പ്രസൻസ് കാരണം, അവിടെ ഒരു ടെമ്പറേച്ചർ എന്ന് പറയുന്നത് എന്താണ്? ഒരു എനർജിയാണ്. അപ്പൊ നമുക്ക് എക്സ്റ്റേണൽ ആയിട്ട് ഒരു എനർജി എന്ന് തന്നെ പറഞ്ഞു പോവാം. ടെമ്പറേച്ചറിന്റെ എഫക്ഷൻസ് ഒക്കെ എന്താണെന്ന് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ പഠിക്കാനുള്ള ഏരിയയാണ് സെമി കണ്ടക്ടറിന്റെ കേസിൽ. അപ്പൊ എക്സ്റ്റേണൽ ആയിട്ട് ഒരു എനർജി അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഇതൊരു കണ്ടക്ടർ ആയിട്ട് ആക്ട് ചെയ്യും. അല്ലെങ്കിൽ എന്താണ്? ഒരു എനർജി കൊടുത്തില്ലെങ്കിൽ അത് ഒരു ഇൻസുലേറ്ററിന്റെ ഫംഗ്ഷനും ചെയ്യും. അതുകൊണ്ടാണ് അതിന്റെ പേര് സെമി കണ്ടക്ടർ എന്ന് പറയുന്നതിനുള്ള കാരണം. ഇവിടെ നോക്കുക, നമ്മൾ അറിയാം സെമി കണ്ടക്ടർ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യപ്പെടുന്ന മെറ്റീരിയൽ ഏതാണ്? ഏത് ഗ്രൂപ്പിൽ വരുന്ന മെറ്റീരിയൽസ് ആണ് നമ്മൾ സെമി കണ്ടക്ടേഴ്സ് ആയിട്ട് യൂസ് ചെയ്യുന്നത്? അതിന്റെ ആൻസർ പറയാമോ? നിങ്ങളും കൂടെ ഒന്ന് ഇന്ററാക്ട് ചെയ്യുക. ഏത് ഗ്രൂപ്പിൽ വരുന്ന എലമെന്റുകളാണ് നമ്മൾ സെമി കണ്ടക്ടേഴ്സ് എടുക്കുന്നത്, സെമി കണ്ടക്ടേഴ്സ് മെറ്റീരിയൽ ആയിട്ട് എടുക്കുന്നത്? സിലിക്കണും ജർമ്മേനിയും എക്സാമ്പിൾ കിടപ്പുണ്ട്. എവിടത്തെയാണ്? 14th ഗ്രൂപ്പ് എലമെന്റ്സ് ആണ് അല്ലെ. 14ാം ഗ്രൂപ്പിലെ എലമെന്റുകളാണ് ഈ സിലിക്കൺ, ജർമേനിയം, കാർബൺ പോലെയുള്ള പിന്നെ മെറ്റീരിയൽസ്. അപ്പൊ ഇവിടെ ഇതിന്റെ ഔട്ടർ മോസ്റ്റ് ഓർബിറ്റിലുള്ള ഇലക്ട്രോൺസുകളുടെ എണ്ണം 4 എണ്ണമായിരിക്കും എന്നൊക്കെയുള്ളത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അത് ഡീറ്റെയിൽ ആയിട്ട് വരുന്നുണ്ട്, അപ്പൊ അവിടെ പറയാം. അപ്പോ ഒരു സെമി കണ്ടക്ടർ എടുത്തു കഴിഞ്ഞാൽ ഏകദേശം അതിന്റെ ഫോർബിഡൻ എനർജി ഗ്യാപ്പ് എന്ന് പറയുന്നത് 1 ഇലക്ട്രോൺ വോൾട്ടിൽ താഴെ ആയിരിക്കണം അല്ലെ. 1 അല്ലെങ്കിൽ 1.1 ഇലക്ട്രോൺ വോൾട്ടിൽ താഴെ ആയിരിക്കണം. എങ്കിലേ നമ്മളൊരു ചെറിയ അളവിലുള്ള എക്സ്റ്റേണൽ എനർജി കൊടുത്തു കഴിഞ്ഞാൽ കണ്ടക്ഷൻ സാധ്യമാവുള്ളൂ. ഓക്കെ, അങ്ങനെ നോക്കിയപ്പോൾ കിട്ടിയ എലമെന്റുകളാണ് ഈ സിലിക്കനും ജർമേനിയം പോലെയുള്ള 14th ഗ്രൂപ്പ് എലമെന്റ്സ് എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ ഫോർബിഡൻ എനർജി ഗ്യാപ്പ് എന്ന് പറയുന്നത് ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ ജർമേനിയത്തിനാണെങ്കിൽ 0.7 ഇലക്ട്രോൺ വോൾട്ട് മാത്രമേ ഉള്ളൂ. ഓക്കെ, അതുപോലെ തന്നെ സിലിക്കൺ എടുത്തു കഴിഞ്ഞാൽ 1.1 ഇലക്ട്രോൺ വോൾട്ട് മാത്രമേ എന്തുള്ളൂ? ഈ ഫോർബിഡൻ എനർജി ഗ്യാപ്പ് ഉള്ളൂ. അതായത് ഒരു ഇലക്ട്രോൺസിന് നമ്മൾ എക്സ്റ്റേണൽ ആയിട്ട് ഒരു എനർജി കൊടുത്തു കഴിഞ്ഞാൽ ഈ ബാലൻസ് ബാൻഡിൽ നിന്ന് ഒരു ഇലക്ട്രോൺസിന് ബ്രേക്ക് ചെയ്തിട്ട് കണ്ടക്ഷൻ ബാൻഡിലേക്ക്, അതായത് കണ്ടക്ഷന് വേണ്ടി സഹായിക്കാനുള്ള ഒരു ഫ്രീ ഇലക്ട്രോൺസ് ആയിട്ട് മാറണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് 0.7 ഇലക്ട്രോൺ വോൾട്ടിലുള്ള ഫോർബിഡൻ എനർജി ഗ്യാപ്പ് മറികടന്നാൽ മതി. മനസ്സിലാവുന്നുണ്ടോ എല്ലാവർക്കും? അപ്പൊ അതുകൊണ്ടാണ് ഈ സെമി കണ്ടക്ടർ മെറ്റീരിയൽ ആയിട്ട് സിലിക്കണേയും ജർമേനിയും അല്ലെങ്കിൽ 14th ഗ്രൂപ്പ് എലമെന്റ്സിനെ ചൂസ് ചെയ്യാനുള്ള കാരണമായിട്ട് വന്നത്. അപ്പൊ ഇവിടുത്തെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ്, ഈ ജർമേനിയത്തിന്റെ ഫോർബിഡൻ എനർജി ഗ്യാപ്പും സിലിക്കന്റെ ഫോർബിഡൻ എനർജി ഗ്യാപ്പും മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആണ്, ചോദ്യമായിട്ട് വരാം. ഓക്കെ, അപ്പം പിന്നെ ഒരു കാര്യം ഡീറ്റെയിൽ ആയിട്ട് പറയാനുണ്ടായിരുന്നത്, നമ്മൾ പോളിടെക്നിക്കിന്റെ സിലബസ് കവർ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഒരുപാട് പേർക്ക് ഗേറ്റ് ലെവൽ വരുമോ, അതുപോലെ തന്നെ SSC ലെവൽ വരുമോ എന്നൊക്കെയുള്ള സംശയം ഒരുപാട് പേര് അന്ന് പറഞ്ഞിരുന്നു. അപ്പം ആ സമയത്ത് നമുക്ക് അത് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു കണ്ടീഷൻ ആയിരുന്നു. കാരണം ഏത് ലെവലിൽ വരും എന്നുള്ളത് അന്ന് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ലായിരുന്നു. പക്ഷെ ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായി കാണും ഏത് ലെവലാണ് വന്നിരിക്കുന്നത് എന്നുള്ളത്. എന്താണെങ്കിലും ഗേറ്റ് ലെവലിലോട്ടോ SSC ലെവലിലോട്ടോ, അതായത് ഗേറ്റ് ലെവലിന്റെ മീഡിയം ക്വസ്റ്റ്യൻസ് പോലും മീഡിയം റേഞ്ച് പോലും വന്നിട്ടില്ലായിരുന്നു. ഓക്കെ, ക്വസ്റ്റ്യൻസ് നോക്കിയപ്പോൾ സിമ്പിൾ ആയിട്ടൊന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ ചെയ്യാൻ പറ്റുന്ന ലെവലിലുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു. സമയക്കുറവ് ഒരുപാട് പേര് പറഞ്ഞു. അത് നമുക്കറിയാം, എന്താണ്, ഡിപ്പെൻഡ്സ് ഓൺ PSC ടൈമിംഗ് ആണ്, 1.25 മണിക്കൂർ. അത് പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷെ ക്വസ്റ്റ്യൻസ് നിങ്ങൾ ഒന്ന് അനലൈസ് ചെയ്തപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിക്കാണ്. അപ്പൊ നമുക്ക് പ്യൂർലി ഗേറ്റിലേക്ക് നമ്മൾ എന്താണെങ്കിലും പോകുന്നില്ല. ഗേറ്റ് ലെവൽ എടുത്ത് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്താണെങ്കിലും അറിയാം, ചെയ്ത് തീരില്ല എന്നുള്ള കാര്യവും. പിന്നെ ഉള്ളത് ഗേറ്റ് ലെവല് തന്നെയാണ് നമ്മൾ നമ്മുടെ കമ്മ്യൂണിക്കേഷൻ. നിങ്ങൾ വീഡിയോ ലൈബ്രറി കിട്ടിയിരിക്കുന്ന ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അതിൽ നമ്മൾ കമ്മ്യൂണിക്കേഷന്റെയും ഒപ്പാമിന്റെയും ഒക്കെ എന്താണെങ്കിലും ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഗേറ്റ് ലെവൽ ഉൾപ്പെടെ അതുപോലെ തന്നെ ലോ ലെവൽ ഉൾപ്പെടെയുള്ള എല്ലാ ക്വസ്റ്റ്യൻസും നമ്മൾ ചെയ്താണ് നിങ്ങൾക്ക് തന്നിരിക്കുന്നത്. ഓക്കെ, ഇവിടെ ഉള്ളവർക്ക് അറിയാം, ഓൾറെഡി പോളിടെക്നിക്കിന്റെ കോഴ്സ് അറ്റൻഡ് ചെയ്തവർക്ക് അറിയാം, ആ ലെവലിലാണ് നമ്മൾ പഠിച്ചു പോയത് അല്ലെ. അപ്പോൾ നമ്മൾ എന്താണെങ്കിലും അവിടെ കവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ലൈവ് ക്ലാസ്സിൽ നമ്മൾ എന്താണെങ്കിലും ഗേറ്റ് ലെവലിലേക്ക് എന്താണെങ്കിലും പോകുന്നില്ല, കാരണം ആ ഒരു റേഞ്ചിൽ വരുന്നില്ല എന്നുള്ളത് തന്നെയാണ് കാരണം. അപ്പോൾ ഇങ്ങനെയുള്ള PSC യൂഷ്വൽ പാറ്റേൺ ആയിരുന്നു പോളി എക്സാം. അതെ, നോർമൽ ക്വസ്റ്റ്യൻസ് തന്നെയായിരുന്നു. അധികം ടഫ് ആയിട്ടൊന്നും ചോദിച്ചിട്ട് അതിൽ കണ്ടില്ല. എന്ന് പറഞ്ഞാൽ ഗേറ്റ് ലെവലോ SSC ലെവലോ ഒന്നും പോയിട്ടില്ല. അപ്പൊ അതുകൊണ്ട് ഒരുപാട് പേര് സംശയം ചോദിച്ചിരുന്നു, പുതുതായിട്ട് ജോയിൻ ചെയ്യുന്ന ഒരുപാട് പേര് ഡൗട്ടും ചോദിച്ചിരുന്നു. അപ്പൊ അവർക്ക് വേണ്ടിയുള്ള ഇൻഫർമേഷൻ ആണ്. നിങ്ങൾ പോളിടെക്നിക്കിന്റെ അവസാനം കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പർ അനലൈസ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ അതൊന്നും തന്നെ ഗേറ്റ് ലെവലിലേക്കോ SSC ലെവലിലേക്കോ ഈവൻ മീഡിയം ലെവൽ പോലും പോയിട്ടില്ല. ഗേറ്റിന്റെ ഒന്നും മീഡിയം ലെവൽ ക്വസ്റ്റ്യൻ പോലും എത്തിയിട്ടില്ല എന്നുള്ളത് നിങ്ങൾക്ക് അത് കാണാൻ പറ്റുന്നതാണ്. അപ്പൊ ആ ഒരു ഒരു പോളിടെക്നിക്കിൽ എന്താണോ നമ്മൾ പഠിക്കുന്നത് ആ ഒരു റേഞ്ച് ക്വസ്റ്റ്യൻസ് തന്നെയായിരുന്നു വന്നിരുന്നത്. ഓക്കെ,
അപ്പൊ അതുകൊണ്ട് ആ ലെവലിലും കൂടെ ഒന്ന് പഠിച്ചു പോവുക. അതിനുവേണ്ടിയാണ് ഇങ്ങനെയുള്ള ചെറിയ ചെറിയ പോയിന്റ്സുകൾ സ്ട്രൈക്ക് ചെയ്ത് തരുന്നത്. ഒരുപാട് പേര് ചാടിക്കേറി ആൻസർ ചെയ്യുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഫോർബിഡൻ എനർജി ഗ്യാപ്പ് ഓഫ് എ സിലിക്കൺ എന്നോ ജെർമേനിയോ എന്നോ ഒക്കെ ചോദിക്കുമ്പോൾ നേരെ കയറി ചെയ്യുന്നത് കട്ടിംഗ് വോൾട്ടേജ് ആണ് നിങ്ങൾ കൂടുതൽ പേര് മാർക്ക് ചെയ്യുന്നത്. ദാറ്റ് മീൻസ് പിന്നെ തെറ്റ് വരുന്നതാണ്. നമുക്ക് ആ ഒരു 1.25 മണിക്കൂറിന്റെ ടെൻഷനിൽ ഇരിക്കുമ്പം ഇതൊക്കെ സഹജമാണ്. അപ്പൊ അതുകൊണ്ട് ഇത് ശ്രദ്ധിച്ച് തന്നെ പഠിക്കണം. കട്ടിംഗ് വോൾട്ടേജുമായിട്ട് ഡിഫറെന്റ് ആണ്. ഈ 0.7 കിടക്കുന്നത് കൊണ്ട് തന്നെയാണ് ആ ഒരു പ്രശ്നം വരുന്നത്. ഓക്കെ, ഇപ്പൊ കട്ടിംഗ് വോൾട്ടേജ് ഓഫ് ഫോർബിഡൻ എനർജി ഗ്യാപ്പ് ഓഫ് എ സിലിക്കൺ ചോദിച്ചു കഴിഞ്ഞാൽ ഓപ്ഷൻ എയിൽ തന്നെ കിടപ്പുണ്ടാവും 0.7 എന്നുള്ളത്. അപ്പോൾ അത് ചാടിക്കേറി ആൻസർ ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് ഇതൊന്ന് കോൺസെൻട്രേറ്റ് ചെയ്യണം, എടുത്തെടുത്ത് പറഞ്ഞു പോകുന്നത്. ഓക്കെ, അപ്പൊ ആ ഒരു കേസിൽ ജർമേനിയത്തിന് 0.7 ഇലക്ട്രോൺ വോൾട്ട് ആണ്. അതുപോലെ തന്നെ സിലിക്കൺ ആണെങ്കിൽ 1.1 ഇലക്ട്രോൺ വോൾട്ടും ആയിരിക്കും ഫോർബിഡൻ എനർജി ഗ്യാപ്പ് എന്ന് പറയുന്നത്. ശ്രദ്ധിച്ചു പഠിക്കേണ്ട രണ്ട് വാല്യൂസ് ആണ്. ഓക്കെ, അപ്പോൾ ഇനി എന്താണ്, അപ്പൊ ഇതാണ് സെമി കണ്ടക്ടറിനെ കുറിച്ച് നമുക്ക് ഡിസ്ക്രൈബ് ചെയ്യാനുള്ളത്. അപ്പോൾ ഒരു എക്സ്റ്റേണൽ എനർജി കൊടുത്തു കഴിഞ്ഞാൽ അതൊരു കണ്ടക്ടർ ആയിട്ട് വർക്ക് ചെയ്യും. നോ എനർജി സ്റ്റേറ്റിലാണെങ്കിൽ നോർമൽ ഇൻസുലേറ്റർ, കണ്ടക്ഷൻ ഒന്നും ഇല്ലാത്ത രീതിയിൽ തന്നെ അത് മെയിൻറ്റെയിൻ ചെയ്യും. പക്ഷേ ഒരു ക്വസ്റ്റ്യൻ നിങ്ങളോട് ചോദിക്കുകയാണ്, റൂം ടെമ്പറേച്ചറിൽ ഇരിക്കുന്ന ഒരു സെമി കണ്ടക്ടർ ഇൻസുലേറ്റർ ആയിട്ടാണോ വർക്ക് ചെയ്യുന്നത്, കണ്ടക്ടർ ആയിട്ടാണോ വർക്ക് ചെയ്യുന്നത്? ഒന്ന് പറയാമോ? എല്ലാവരുടെയും ഒരു ഇങ്ങനെയുള്ള ചിന്തിച്ചെഴുതേണ്ട ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ട് കേട്ടോ. എക്സാമിന് ചോദ്യം വരും, നിങ്ങൾക്ക് തന്നെ ഇത് മനസ്സിലായിട്ടുണ്ടാവും. ഒരു റൂം ടെമ്പറേച്ചറിൽ ഒരു സെമി കണ്ടക്ടർ വെച്ചിരിക്കുവാണ്, റൂം ടെമ്പറേച്ചറിൽ വെച്ചിരിക്കുവാണ്. അത് ഏത് ഫംഗ്ഷൻ ആയിട്ടായിരിക്കും വർക്ക് ചെയ്യുന്നത്? കണ്ടക്ടർ ആണോ ഇൻസുലേറ്റർ ആണോ? ഒന്ന് ലോജിക്കലായിട്ട് ചിന്തിച്ചിട്ട് പറയുക കേട്ടോ. ക്വസ്റ്റ്യൻ ആയിട്ടൊന്നും വരണമെന്നില്ല, എന്നാലും നിങ്ങളൊന്ന് ആലോചിച്ചിട്ട് പറയുക എല്ലാവരും. റൂം ടെമ്പറേച്ചറിൽ ഒരു എക്സ്റ്റേണൽ സപ്ലൈ ഒന്നും കൊടുത്തിട്ടില്ല കേട്ടോ, ചുമ്മാ ഒരു സെമി കണ്ടക്ടർ, ഒരു ഡയോഡ് അവിടെ വെച്ചിരിക്കുന്നു. അപ്പൊ എന്തായിട്ടായിരിക്കും അത് വർക്ക് ചെയ്യുന്നത്? ഇൻസുലേറ്റർ ആണോ? ഒരുപാട് പേര് ഇൻസുലേറ്റർ പറയുന്നുണ്ട്. എന്തുകൊണ്ടാണ് ഇൻസുലേറ്റർ എന്ന് പറയാനുള്ള കാരണം? ഇൻസുലേറ്റർ എന്ന് പറയാൻ ഒരു കണ്ടക്ഷനും അതിലുണ്ടാവുന്നില്ലേ? റൂം ടെമ്പറേച്ചറിൽ സെമി കണ്ടക്ടറിൽ ഒരു കണ്ടക്ഷനും ഉണ്ടാവുന്നില്ലേ? റൂം ടെമ്പറേച്ചറിൽ ഒരു കണ്ടക്ഷനും അവിടെ ഉണ്ടാവുന്നില്ലേ? അങ്ങനെയാണോ പഠിച്ചിരിക്കുന്നത്? റൂം ടെമ്പറേച്ചറിൽ വെച്ചിരിക്കുന്ന ഒരു സിലിക്കൺ അല്ലെങ്കിൽ ഡയോഡ് അല്ലെങ്കിൽ ഒരു സെമി കണ്ടക്ടർ എന്ന് പറയുന്നത് കണ്ടക്ടർ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല, ഇൻസുലേറ്റർ എന്ന് പറയാൻ പറ്റില്ല. ഓക്കെ, ഫ്രീ ഇലക്ട്രോൺസ്, നോ ഫ്രീ ഇലക്ട്രോൺസ് എന്ന് പറയാം. പക്ഷേ അവിടെ ടെമ്പറേച്ചറിന്റെ അഫക്ഷൻ കാരണം നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്താണ് സെമി കണ്ടക്ടറും ടെമ്പറേച്ചറും ആയിട്ടുള്ള ബന്ധം? എന്താണ്? സെമി കണ്ടക്ടർ തന്നെയാണ്. ഓക്കെ, അപ്പോ ആക്ച്വലി ഒരു മൈന്യൂട്ട് ലെവലുള്ള ലീക്കേജ് കറണ്ട് അവിടെ എന്താണെങ്കിലും ഉണ്ടാവും. ആ ലീക്കേജ് കറണ്ട് എന്തിന്റെ കാരണമായിട്ടുണ്ടാകുന്നത് നമ്മൾ പഠിച്ചിരിക്കുന്നത്? ലീക്കേജ് കറണ്ട് എന്താണെങ്കിലും അവിടെ ഉണ്ടാവും. എന്തുകൊണ്ടാണ് ലീക്കേജ് കറണ്ട് ഉണ്ടാവാനുള്ള കാരണം? അതുകൊണ്ട് നമുക്ക് കണ്ടക്ടർ ആണെന്ന് പറയാനും പറ്റില്ല കേട്ടോ. അതുപോലെ ഇൻസുലേറ്റർ ആണെന്നും പറയാൻ പറ്റില്ല. അതുകൊണ്ടാണ് അതിന്റെ പേര് സെമി കണ്ടക്ടർ എന്ന് പറയുന്നത്. ജസ്റ്റ് ഒന്ന് ചോദിച്ചതേ ഉള്ളൂ. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കുക ഇങ്ങനെയുള്ള ചെറിയ ചെറിയ പോയിന്റുകൾ. കാരണം ടെമ്പറേച്ചറിന്റെ അഫക്ഷൻ കാരണം മൈനോറിറ്റി ചാർജ് കാരിയേഴ്സ് അവിടെ ഉണ്ടാവുമെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അത് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഇനി പഠിക്കുന്നുണ്ട്. ആ മൈനോറിറ്റി കാരിയേഴ്സിന്റെ മൂവ്മെന്റ് കാരണം അത് നമുക്ക് നെഗ്ലിജിബിൾ ആണ്. വളരെ 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 കുറഞ്ഞ അളവിലുള്ള ഒരു ചെറിയ കറണ്ട് ഉണ്ടാവും. അതിനെയാണ് നമ്മൾ ലീക്കേജ് കറണ്ട് എന്ന് പറയുന്നത്. ആ ലീക്കേജ് കറണ്ട് എന്താണെങ്കിലും ഉണ്ടാവും. ഞാൻ ജസ്റ്റ് നിങ്ങളോടൊന്ന് ചോദിച്ചതേ ഉള്ളൂ, കണ്ടക്ടർ ആണോ ഇൻസുലേറ്റർ ആണോ എന്നുള്ളത്. അതൊന്നും മൈൻഡിൽ കേട്ടണ്ട. അപ്പൊ ഇങ്ങനെ ഒരു ഫംഗ്ഷൻ ഉണ്ടാവുന്നുണ്ട് എന്നുള്ള കാര്യം അവിടെ മനസ്സിലാക്കി വെച്ചേക്കുക. അപ്പൊ അതാണ് ഇവിടെ പറയുന്നത്. ആസ് ദ ടെമ്പറേച്ചർ ഇൻക്രീസസ് ദ കണ്ടക്ടിവിറ്റി ഓഫ് സെമി കണ്ടക്ടർ ഇൻക്രീസസ്. അല്ലെ, ടെമ്പറേച്ചർ കൂടുമ്പോൾ സെമി കണ്ടക്ടറിന്റെ കണ്ടക്ടിവിറ്റി കൂടുവാണ്. അതുകൊണ്ടാണ് സെമി കണ്ടക്ടറിനെ എന്ത് പേര് പറയുന്നത്? എന്ത് പേരാ പറയുന്നത്? എപ്പോഴും ക്വസ്റ്റ്യൻ ആയിട്ടോ അല്ലാതെയൊക്കെ നിങ്ങൾക്ക് ചോദ്യമായിട്ട് വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് സെമി കണ്ടക്ടറിനെ. അതുകൊണ്ടാണ് എന്ത് പേര് പറയുന്നത്? ടെമ്പറേച്ചർ വെച്ചിട്ടുള്ള ഒരു പേരുണ്ട്. എന്താണത്? വിനീത എന്താണ് ഹാൻഡ് റൈസ് ചെയ്തിരിക്കുന്നു? ഹാൻഡ് റൈസ് ചെയ്താൽ ജസ്റ്റ് എന്തെങ്കിലും ചോദിക്കാണ്ട് കമന്റ് ചെയ്യാം. ജസ്റ്റ് മൊബൈലാണ് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സ്ലൈഡ് ചെയ്താൽ മതി. വിനീത, സെമി കണ്ടക്ടർ തന്നെയാണോ അങ്ങനെ പ്രെഡിക്ട് ചെയ്യേണ്ട? അങ്ങനെ പ്രത്യേകിച്ച് ചോദ്യമൊന്നും വരില്ല. ഞാൻ നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി പറഞ്ഞതേ ഉള്ളൂ. റൂം ടെമ്പറേച്ചറിൽ ഇരിക്കുന്ന ഒരു സെമി കണ്ടക്ടർ ആ സെമി കണ്ടക്ടറിന്റെ പ്രോപ്പർട്ടി തന്നെയാണ് ചെയ്യുന്നത്. കണ്ടക്ഷൻ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉണ്ട്, ഇല്ലേന്ന് ചോദിച്ചാൽ ഇല്ല. ഓക്കെ, അങ്ങനെയാണ്. ദാറ്റ് മീൻസ് ഞാൻ പറഞ്ഞല്ലോ, ഒരു വളരെ മൈന്യൂട്ട് ലെവലിലുള്ള ഒരു ലീക്കേജ് കറണ്ട് ആണ്. ഒരു ഏകദേശം ഒരു മൈക്രോ അല്ലെങ്കിൽ അതിൽ താഴെയുള്ള നാനോ ആംബിയർ റേഞ്ചിലൊക്കെ ഉള്ളൂ ആ ലീക്കേജ് കറണ്ട് എന്ന് പറയുന്നത്. അപ്പൊ അത് നെഗ്ലിജിബിൾ ആയിട്ട് തന്നെയാണ് നമ്മൾ എടുക്കാറ് കേട്ടോ. അപ്പൊ അത് മൈൻഡിലേക്ക് കയറ്റണ്ട. അപ്പൊ ഇന്നതാണോ എന്നുള്ളത് ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി ചോദിച്ചതേ ഉള്ളൂ. ഓക്കെ, അപ്പൊ അതൊന്ന് മനസ്സിലാക്കി വെക്കുക.
മനസ്സിലാക്കുക, നിങ്ങൾക്ക് ഐഡിയ കിട്ടാൻ വേണ്ടി ഒന്ന് ചോദിച്ചതേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ എന്ത് പറയുന്നത്, നെഗറ്റീവ് ടെമ്പറേച്ചർ കോയിഫിഷ്യന്റ് എന്ന് പറയുന്നത് അല്ലെ. എന്താണ് ഈ നെഗറ്റീവ് ടെമ്പറേച്ചർ കോയിഫിഷ്യന്റ് എന്ന് പറയുന്നത്? നമ്മൾ ടെമ്പറേച്ചർ കൂടുന്നതിനനുസരിച്ച് നെഗറ്റീവ് ടെമ്പറേച്ചർ കോയിഫിഷ്യന്റ് മെറ്റീരിയൽ എന്നാണ് നമ്മൾ സെമി കണ്ടക്ടർ പറയുന്നത്. കാരണം ടെമ്പറേച്ചർ കൂടുന്നതിനനുസരിച്ച് എന്താണ്, കണ്ടക്ടിവിറ്റി അവിടെ എന്ത് ചെയ്യുവാണ്, കൂടുവാണ്. പിന്നെ അതായത് റെസിസ്റ്റൻസ് അവിടെ കുറയുവാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് നമ്മൾ അതിനെ നെഗറ്റീവ് ടെമ്പറേച്ചർ കോയിഫിഷ്യന്റ് എന്ന് അല്ലെങ്കിൽ നെഗറ്റീവ് ടെമ്പറേച്ചർ മെറ്റീരിയൽ എന്ന് പേര് പറയാനുള്ള കാരണം. സോ അതിലേക്കൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ സെമി കണ്ടക്ടറിന്റെ ഡീറ്റെയിൽസ് പഠിക്കുന്നുണ്ട്. അപ്പൊ അവിടെ പറയാം. നമുക്കിവിടെ ഉദ്ദേശം എന്ന് പറയുന്നത് എന്താണ് ഫോർബിഡൻ എനർജി ഗ്യാപ്പ് ഓഫ് എ സെമി കണ്ടക്ടർ എന്നുള്ള ചോദ്യം വരും. സോ അതാണ് നമുക്കിവിടെ മനസ്സിലാക്കി വെക്കേണ്ടത്. അപ്പൊ അത് ഓർത്തിരിക്കുക. റെസിസ്റ്റൻസ് ഡിക്രീസസ്. കറക്റ്റ് ആണ് സൂര്യ. ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുമ്പോൾ റെസിസ്റ്റൻസ് കുറയും, അല്ലെങ്കിൽ തിരിച്ചോർത്ത് വെച്ചാലും കുഴപ്പമില്ല, കണ്ടക്ടിവിറ്റി കൂടും. അപ്പൊ അതിന്റെ റിലേഷൻ അറിയാമല്ലോ. ഓക്കെ, ഇനി കണ്ടക്ടേഴ്സ് എടുത്തു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമൊന്നുമില്ല. കോപ്പറും അലുമിനിയം ഒക്കെ എന്താണ്, കണ്ടക്ഷൻ ബാൻഡും വാലൻസ് ബാൻഡും ഓവർലാപ്ഡ് ആണെന്ന് ഓർത്തിരിക്കണം. ഓക്കെ, ക്ലോസ് എന്നല്ല, ഓവർലാപ്ഡ് ആണ്. അപ്പൊ ആ ഓവർലാപ്പിംഗ് ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അപ്പോ കണ്ടക്ഷൻ ബാൻഡും വാലൻസ് ബാൻഡും ഓവർലാപ്ഡ് ആണ്. ഫ്രീ ഇലക്ട്രോൺസ് എല്ലായിടത്തും ഇങ്ങനെ റിസൈഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ എന്താണ്, അത് കണ്ടക്ടർ ആയിട്ട് വർക്ക് ചെയ്യാൻ ആപ്റ്റ് ആയിട്ടുള്ള ഒരു എക്സ്റ്റേണൽ എനർജി ഒന്നും പ്രത്യേകിച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല. ഫ്രീ ഇലക്ട്രോൺസ് അവിടെ റിസൈഡ് ചെയ്യുന്ന പിന്നെ എന്താണ്, പ്ലെന്റി ആയിട്ട് ഫ്രീ ഇലക്ട്രോൺസ് അവൈലബിൾ ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ ആണ് ഈ പറഞ്ഞ കണ്ടക്ടേഴ്സ് ആയിട്ട് എടുക്കുന്നത്. കാരണം അവിടെ കണ്ടക്ഷൻ ബാൻഡും വാലൻസ് ബാൻഡും ഓവർലാപ്ഡ് ആണ് എന്നുള്ള കാര്യം ഓർത്തു വെച്ചേക്കണം. ഓക്കെ, ടച്ച് ചെയ്തിരിക്കുന്നു എന്നല്ല, ഓവർലാപ്പ് എന്ന് തന്നെയാണ് പറയേണ്ടത്. ഓക്കെ, രണ്ടും കയറിയിരിക്കുന്നതായിട്ട് നിങ്ങൾക്ക് കാണാം. ഓക്കെ, അപ്പൊ നമ്മളൊരു ചെറിയ വോൾട്ടേജ് കൊടുത്തു കഴിഞ്ഞാൽ തന്നെ കണ്ടക്ഷൻ ഭയങ്കരമായിരിക്കും അല്ലെ. വളരെ മൈന്യൂട്ട് പിന്നെ വോൾട്ടേജ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ഈ ഫ്രീ ഇലക്ട്രോൺസിന്റെ മൂവ്മെന്റ് കാരണം കണ്ടക്ഷൻ വളരെയധികം സ്പീഡിലായിരിക്കും നടക്കുന്നത് എന്നുള്ള കാര്യം ഓർത്തു വെച്ചേക്കുക. ക്ലിയർ ആണല്ലോ? എനർജി ബാൻഡിനെ കുറിച്ച് എല്ലാവർക്കും ക്ലിയർ ആയിട്ടുള്ള ഐഡിയ കിട്ടിയെന്ന് പ്രതീക്ഷിക്കുന്നു. ഇനി സെമി കണ്ടക്ടറിലേക്ക് കയറുമ്പോൾ എൻ ടൈപ്പും പി ടൈപ്പും വരുമ്പം എവിടാണ് പിന്നെ ഇലക്ട്രോൺസിന്റെ, അപ്പം അത് അവിടെ എത്തുമ്പോൾ ഞാൻ പറയാം, പിന്നെ റിസൈഡ് ചെയ്യുന്നത് എവിടെ ആയിരിക്കും എന്നുള്ള ചോദ്യം വരുന്നുണ്ട്. അപ്പൊ അത് മനസ്സിലാകാൻ വേണ്ടിയാണ് കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് എനർജി ബാൻഡ്സ് എടുത്ത്. പ്രത്യേകിച്ച് നമ്മുടെ സിലബസിൽ എനർജി ബാൻഡ് എന്ന് പറയുന്നില്ല, പക്ഷെ ചോദ്യം പ്രതീക്ഷിക്കാം. ഓക്കെ, ഇനി സെമി കണ്ടക്ടർ, നമ്മുടെ ഒറിജിനൽ സെമി കണ്ടക്ടേഴ്സിലേക്ക് വരാം. ഞാൻ ഇത് അധികം വലിച്ചു നീട്ടില്ല, കാരണം ഇപ്പം എനർജി ബാൻഡ്സ് എന്ന് പറയുന്നത് ഞാൻ ഓൾറെഡി എടുത്തിരുന്നില്ല നമ്മുടെ പ്രീവിയസ് പോളി സിലബസിൽ. അപ്പൊ അതാണ് ഇച്ചിരി ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞത്. ബട്ട് ഈ സെമി കണ്ടക്ടേഴ്സിന്റെ ഏരിയ നല്ല രീതിയിൽ നമ്മൾ എടുത്ത് പോയിരുന്നതാണ്. അതുകൊണ്ട് തന്നെ ഞാൻ അഗെയിൻ ഇത് ഡീപ്പായിട്ട് പറയുന്നില്ല. അതാണ് നിങ്ങളും കൂടെ കോൺട്രിബ്യൂഷൻ ഉണ്ടാവണമെന്ന് പറഞ്ഞത്. ഓൾറെഡി നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന ലൈബ്രറി ചുമ്മാ സൂക്ഷിക്കാൻ വെക്കരുത്. അത് നിങ്ങൾ ആഴ്ചയിൽ എന്താണേലും പിന്നെ 3 ക്ലാസ് കംപ്ലീറ്റ് ചെയ്യുന്ന രീതിയിൽ എന്താണേലും കണ്ടു തീർക്കുക. ഓക്കെ, അപ്പൊ നോട്ട് എഴുതുന്നവരുണ്ടെങ്കിൽ ഏറ്റവും ബെറ്റർ. നോട്ട് നിങ്ങൾക്ക് എന്താണെങ്കിലും പ്രൊവൈഡ് ചെയ്യും. അതിന്റെ സൈറ്റ് മെയിൻ്റെനൻസ് നടക്കുന്നുണ്ട്. ആ സൈറ്റ് എയറപ്പായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിലേക്കൂടെ എപ്പോൾ വേണമെങ്കിലും റീഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നോട്ട്സ് അവൈലബിൾ ആയിരിക്കും. പിന്നെ നിങ്ങൾ നോട്ട്സ് പ്രിപ്പയർ ചെയ്ത്, നിങ്ങൾക്ക് ഒരുപാട് സമയമുണ്ട് എക്സാമിലേക്ക് ഇനി. അതുകൊണ്ട് ഒരു നോട്ട് പ്രിപ്പയർ ചെയ്ത്, ഷോർട്ട് നോട്ട് വേണം. ഇങ്ങനെ വലിച്ചുവാരി എഴുതേണ്ട ആവശ്യമില്ല. ഷോർട്ട് നോട്ട് എഴുതി നിങ്ങൾ തന്നെ പഠിക്കുക. അതിന്റെ പിന്നെ ബെനിഫിറ്റ് നിങ്ങൾക്ക് അവസാനം മനസ്സിലാവും. വായിച്ചു പഠിക്കുന്നതിനെക്കാട്ടിലും ബെറ്റർ ആയിട്ടുള്ള ഒരു ഓപ്ഷൻ ആണത്. മെറ്റീരിയൽസ് വന്നിട്ട് നിങ്ങൾ അത് വായിച്ചു നോക്കിയിട്ട് കാര്യം ഉണ്ട്, ബട്ട് അതിനേക്കാളും കൂടുതൽ എഫക്റ്റീവ് ചെയ്യുന്ന മെത്തേഡാണ്. നിങ്ങൾക്ക് തന്നെ അറിയാം, ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കേണ്ട കാര്യമില്ലല്ലോ. അപ്പൊ അതാണ് ഞാൻ പറഞ്ഞത്, സെമി കണ്ടക്ടേഴ്സിന്റെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ എടുത്തിരുന്നു. അപ്പൊ അതുകൂടെ നിങ്ങൾ പഠിക്കണം. ആ ഒരു കോൺട്രിബ്യൂഷൻ നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവണം. അപ്പൊ ഞാനിവിടെ ജസ്റ്റ് ഡിസ്ക്രൈബ് ചെയ്ത് പോകുന്നത് മാത്രമേ ഉള്ളൂ. അപ്പം എന്താണ് സെമി കണ്ടക്ടറിന്റെ കേസ് നമ്മൾ പറഞ്ഞു. റെസിസ്റ്റിവിറ്റി വിച്ച് ഈസ് ലെസ് ദാൻ ഇൻസുലേറ്റർ ആൻഡ് മോർ ദാൻ കണ്ടക്ടർ നമ്മളിപ്പോൾ കണ്ടു. രണ്ടിലും ഇടയിൽ നിൽക്കുന്നതാണ് റെസിസ്റ്റിവിറ്റി സെമി കണ്ടക്ടറിന്റേത്. ഇനി എന്താണ് നെഗറ്റീവ് ടെമ്പറേച്ചർ കോഎഫിഷ്യന്റിന്റെ പോയിന്റ് നമ്മൾ പറഞ്ഞു. കാരണം ടെമ്പറേച്ചർ കൂടുന്നതനുസരിച്ച് നമുക്ക് കണ്ടക്ടിവിറ്റി എന്താണ് കൂടുകയാണ് ചെയ്യുന്നത്. സോ അതുകൊണ്ട് തന്നെ റെസിസ്റ്റൻസ് അവിടെ കുറയുന്നു. അതുകൊണ്ടാണ് നമുക്ക് നെഗറ്റീവ് ടെമ്പറേച്ചർ കോഎഫിഷ്യന്റ് എന്ന് പേര് വരാനുള്ള കാരണം. സെമി കണ്ടക്ടേഴ്സിന് പേരല്ല, അത് അങ്ങനെ പറയാനുള്ള കാരണം. ഇനി conducting property of semiconductor changes when a suitable metallic impurity is added to it, which is a very important property. അപ്പൊ നമ്മളൊരു സെമി കണ്ടക്ടർ എടുത്തു കഴിഞ്ഞാൽ ദാറ്റ് മീൻസ് 14th ഗ്രൂപ്പ് എലമെന്റിൽ വരുന്ന സിലിക്കണോ ജെർമേനിയോ ഒക്കെ എടുത്തിട്ട് നേരിട്ടത് ഒരു പിന്നെ എന്താണ് മെറ്റീരിയൽ ആക്കിയിട്ട് നമ്മൾ എക്സ്റ്റേണൽ വോൾട്ടേജ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഫോർവേഡ് ബയസിലോ ഒക്കെ ആയിക്കോട്ടെ കിട്ടുന്ന കറണ്ട് എന്ന് പറയുന്നത് എന്താണ് വളരെ കുറവായിരിക്കും. ഓക്കെ, കാരണം എന്താണ്, അവിടെയുള്ള ജനറേറ്റ് ചെയ്യപ്പെടുന്ന അല്ലെങ്കിൽ ഈ എക്സ്റ്റേണൽ എനർജി കൈവരിച്ചിട്ട് കോവാലന്റ് ബോണ്ടിൽ നിന്ന് പുറത്തേക്ക് വരുന്ന ഇലക്ട്രോൺസുകളുടെ എണ്ണം വളരെ കുറവായിരിക്കും. ഓക്കെ,
അപ്പൊ ആ കുറഞ്ഞ അളവിലുള്ള കറണ്ട് കിട്ടിയാൽ നമുക്ക് ആംപ്ലിഫിക്കേഷനോ അല്ലെങ്കിൽ നമ്മുടെ ഡയോഡ് ഓപ്പറേഷൻസോ ഒന്നും ചെയ്യാൻ ക്യാപ്പബിൾ ആയിരിക്കില്ല. അതിനുവേണ്ടിയാണ് നമ്മൾ ഇംപ്യൂരിറ്റി ആഡ് ചെയ്യുന്ന മെത്തേഡ് കണ്ടുപിടിച്ചത്. സെമി കണ്ടക്ടറിലേക്ക് കുറച്ച് മറ്റ് ഗ്രൂപ്പുകളിൽ നിന്നുള്ള എലമെന്റ്സ് എടുത്തിട്ട് എന്ത് ചെയ്യുന്നു, ഡോപ്പ് ചെയ്ത് കൊടുക്കും, അതായത് മിക്സ് ചെയ്യുന്നു. അതാണ് ഉദ്ദേശിക്കുന്നത്. ഈ 14th ഗ്രൂപ്പ് എലമെന്റ് അല്ലെങ്കിൽ അങ്ങനെ തന്നെ പറഞ്ഞു പോവാം, സിലിക്കണോ ജെർമേനിയത്തിലേക്കോ നമ്മൾ എന്ത് ചെയ്യുന്നു, പിന്നെ ടിപ്പ് ചെയ്യുന്നു അല്ലെങ്കിൽ ഡോപ്പ് ചെയ്യുന്നു. ആ ഡോപ്പിംഗ് എന്തിനു വേണ്ടിയാണ് ചെയ്യുന്നത്? അഡീഷണൽ ആയിട്ടുള്ള ഇലക്ട്രോൺസിന്റെ അല്ലെങ്കിൽ ചാർജ് കാരിയേഴ്സിന്റെ എണ്ണം കൂട്ടാൻ വേണ്ടിയാണ്. ആ എണ്ണം കൂട്ടുക എന്നുള്ള ഫംഗ്ഷൻ എന്താണ്? നമുക്ക് കണ്ടക്ടിവിറ്റി കൂട്ടുക എന്നുള്ളതാണ്. ഓക്കെ, ഡെപ്തിലേക്ക് പോകുന്നില്ല. ഇനി സെമി കണ്ടക്ടേഴ്സിനെ നമ്മളിപ്പോ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. എന്താണ്? ഇൻട്രിൻസിക് എന്നും എക്സ്ട്രിൻസിക് എന്നുമാണ് നമ്മൾ ആധികാരികമായിട്ട് പറയുന്ന പേരുകൾ, അല്ലെ? ഇൻട്രിൻസിക് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം പ്യൂറസ്റ്റ് ഫോം ഓഫ് സെമി കണ്ടക്ടർ ആണ്. പ്യൂർ ഫോം ഓഫ് സെമി കണ്ടക്ടർ എന്ന് പറയുമ്പോൾ നമ്മൾ ഏതാ പഠിച്ചത്? 14th ഗ്രൂപ്പിൽ എലമെന്റിൽ വരുന്ന സിലിക്കൺ, ജെർമേനിയം, കാർബൺ പോലെയുള്ള അതിൽ വരുന്ന എല്ലാ എലമെന്റ്സിനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഇൻട്രിൻസിക് എന്ന് പറയുന്നത്. അതിനകത്ത് നമ്മൾ ഇംപ്യൂരിറ്റീസോ ഒന്നും ആഡ് ചെയ്തിട്ടില്ല എങ്കിൽ അതിനെയാണ് നമ്മൾ പ്യൂറസ്റ്റ് ഫോം ഓഫ് സെമി കണ്ടക്ടർ അല്ലെങ്കിൽ ഇൻട്രിൻസിക് സെമി കണ്ടക്ടർ എന്ന് പറയുന്നത്. ഇനി കണ്ടക്ടിവിറ്റി കൂട്ടാൻ ഇംപ്യൂരിറ്റി ആഡ് ചെയ്യപ്പെടുന്ന കണ്ടക്ടേഴ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? എക്സ്ട്രിൻസിക് സെമി കണ്ടക്ടേഴ്സ് എന്ന് ഡിഫൈൻ ചെയ്യുന്നത്. സ്പീഡ് കൂടുതലാണോ? സ്പീഡ് കൂടുതലാണോ? സ്പീഡ് കൂടുതലാണോ? ഓക്കെ, പറയണം കേട്ടോ, നിങ്ങളുടെ പിന്നെ റിയാക്ഷൻ ഉണ്ടാവണം. ദാറ്റ് മീൻസ് ടൈമിൽ അത് പറഞ്ഞു പോകണം. നിങ്ങളുടെ കമന്റിൽ നിങ്ങൾക്ക് അത് എക്സ്പ്രസ് ചെയ്യാനുള്ള ഏരിയ ആണ്. സ്പീഡ് കൂടുതലുണ്ടെങ്കിൽ പറയണം. ഓക്കെ, ഇതെല്ലാം അറിയാവുന്ന കാര്യമായതുകൊണ്ടാണ് കുറച്ച് സ്പീഡ് കൂടി പോയെന്ന് തോന്നുന്നു. അതാണ്, അറിയാവുന്ന കാര്യമാണല്ലോ എന്നുള്ള മനസ്സിൽ വന്നതുകൊണ്ടാണ്. ഓക്കെ, ഇനി ആ ഒരു എക്സ്ട്രിൻസിക് സെമി കണ്ടക്ടറിലേക്ക് ഇംപ്യൂരിറ്റി ആഡ് ചെയ്തിട്ട് കിട്ടുന്ന സെമി കണ്ടക്ടർ മെറ്റീരിയൽസ് ആണ് പി ടൈപ്പ് ആൻഡ് എൻ ടൈപ്പ് എന്ന് പറയുന്നത്, അല്ലെ? അപ്പൊ എല്ലാവർക്കും അറിയാവുന്ന കേസ് തന്നെ, ഇതൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് എടുത്തു പോയതാണ്. അപ്പൊ ഇൻട്രിൻസിക് സെമി കണ്ടക്ടർ നമ്മൾ പറഞ്ഞു, ഒന്നാമത്തെ കാര്യം പ്യൂറസ്റ്റ് ഫോം ആണെന്ന് പറഞ്ഞു. ഓക്കെ, നമ്മൾ ഒരു ഇംപ്യൂരിറ്റി ആഡ് ചെയ്തിട്ടില്ല. എന്താണ്? തെർമൽ എക്സൈറ്റേഷൻ വഴി ഇലക്ട്രോൺസും ഹോൾസും അവിടെ എന്ത് ചെയ്യുന്നു? ക്രിയേറ്റ് ചെയ്യപ്പെടുന്നു. നമ്പർ ഓഫ് ഫ്രീ ഇലക്ട്രോൺസ് ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് ഹോൾസ്. മോസ്റ്റ് ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്, ചോദ്യമായിട്ട് വന്നിരുന്നു. ഒരു ഇൻട്രിൻസിക് സെമി കണ്ടക്ടറിൽ പിന്നെ ഫ്രീ ഇലക്ട്രോൺസിന്റെയും പിന്നെ ഹോൾസിന്റെയും എണ്ണം എങ്ങനെയായിരിക്കും? ഗ്രേറ്റർ ആണോ, ലെസ് ആണോ, ഈക്വൽ ആണോ എന്നുള്ള ചോദ്യം വരും. അപ്പൊ അത് ഓർത്തിരിക്കണം. ഇൻട്രിൻസിക് സെമി കണ്ടക്ടറിൽ നമ്പർ ഓഫ് ഫ്രീ ഇലക്ട്രോൺസിന്റെയും നമ്പർ ഓഫ് ഹോൾസിന്റെയും എണ്ണം ടെമ്പറേച്ചറിന്റെ അഫക്ഷൻ ഒന്നും ഇല്ലാത്ത കേസിലാണ് പിന്നെ നമ്മൾ ഈ ഒരു കാൽക്കുലേഷൻ പറയുന്നത്. അവിടെ ഈക്വൽ ആയിട്ടാണ് നമ്മൾ അത് പ്രെഡിക്റ്റ് ചെയ്യപ്പെടുന്നത് ഇൻട്രിൻസിക് സെമി കണ്ടക്ടറിൽ. ഇനി the conduction capability is small at room temperature. Conduction എന്താണെങ്കിലും അവിടെ ഉണ്ടാവും, കാരണം റൂം ടെമ്പറേച്ചറിൽ ഒരു ടെമ്പറേച്ചറിന്റെ എഫക്ഷൻ വന്നു കഴിഞ്ഞാൽ കണ്ടക്ഷൻ ഉണ്ടാവും. ആ കണ്ടക്ഷൻ ക്യാപ്പബിലിറ്റി എന്ന് പറയുന്നത് വളരെ നെഗ്ലിജിബിൾ ആയിരിക്കും. അതുകൊണ്ടാണ് സ്മോൾ എന്ന് പറയാനുള്ള കാരണം നമ്മൾ ഓൾറെഡി പറഞ്ഞ കാര്യമാണ്. ഔട്ടർ മോസ്റ്റ് ഓർബിറ്റിൽ 4 ഇലക്ട്രോൺസുകൾ റിസൈഡ് ചെയ്യപ്പെടുന്ന 14th ഗ്രൂപ്പ് എലമെന്റ്സ് ആണ് നമ്മൾ എന്തായിട്ട് എടുക്കുന്നത്? പിന്നെ ഇൻട്രിൻസിക് സെമി കണ്ടക്ടർ ആയിട്ട് അല്ലെങ്കിൽ പ്യൂറസ്റ്റ് ഫോം സെമി കണ്ടക്ടർ ആയിട്ട് എടുക്കുന്നത്. അതിന് എക്സാമ്പിൾ ആണ് കാർബൺ, സിലിക്കൺ, ജെർമേനിയം പോലെയുള്ള അതിനകത്ത് വരുന്ന ബാക്കി വരുന്ന 14th ഗ്രൂപ്പ് എലമെന്റ്സ്. അതിൽ സിലിക്കണും ജെർമേനിയം ആണ് മോസ്റ്റ് വൈഡ്ലി യൂസ് ചെയ്യപ്പെടുന്നത്. അതിനുള്ള കാരണം വഴിയെ വരുന്നുണ്ട്, അതെന്താണെന്ന് പറയാം. ഓക്കെ, ഇനി എന്താണ് നമ്മൾ പറഞ്ഞു? പിന്നെ പ്യൂറസ്റ്റ് ഫോം ഓഫ് സെമി കണ്ടക്ടറിൽ കാരിയേഴ്സിന്റെ എണ്ണം കൂട്ടാൻ വേണ്ടി ചെയ്യുന്ന പ്രോസസ്സിംഗ് ആണ് ഡോപ്പിംഗ്. പിന്നെ എന്താണ്? നമ്മൾ അഡീഷണൽ ആയിട്ട് നിയറസ്റ്റ് ആയിട്ട് വരുന്ന എലമെന്റുകൾ ഡോപ്പ് ചെയ്ത് കൊടുക്കുന്ന ആ ഒരു പ്രൊസീജിയർ. അതിൽ നമുക്ക് പെന്റാവാലന്റ് ആൻഡ് ട്രൈവാലന്റ് ഇംപ്യൂരിറ്റീസ് ആണ് കണ്ടക്ടിവിറ്റി കൂട്ടാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യപ്പെടുന്ന പിന്നെ മെറ്റീരിയൽസ് എന്ന് പറയുന്നത്. അപ്പൊ പെന്റാവാലന്റ് എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? അതിലേക്ക് കടക്കുന്നു. ഇംപ്യൂരിറ്റീസ് പെന്റാവാലന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഔട്ടർ മോസ്റ്റ് ഓർബിറ്റിൽ. അപ്പൊ അത് പ്രിസൈസ് ആയിട്ട് മുമ്പ് എടുത്ത് ചോദിച്ചതാണ് കേട്ടോ. ഒരു പ്യൂറസ്റ്റ് ഫോം ഓഫ് സെമി കണ്ടക്ടറിൽ ഔട്ടർ മോസ്റ്റ് ഓർബിറ്റിൽ എത്ര ഇലക്ട്രോൺസ് ആണെന്നാ പറഞ്ഞിരുന്നത്? പ്യൂറസ്റ്റ് ഫോം ഓഫ് സെമി കണ്ടക്ടർ അല്ലെങ്കിൽ ഇൻട്രിൻസിക് സെമി കണ്ടക്ടറിൽ ഔട്ടർ മോസ്റ്റ് ഓർബിറ്റിൽ എത്ര ഇലക്ട്രോൺസ് എന്നാ പറഞ്ഞത്? 4. അതിന് പറയുന്ന പേരെന്താണ്? ഇവിടെ പെന്റാവാലന്റ് എന്ന് പറഞ്ഞു, ട്രൈവാലന്റ് എന്ന് പറഞ്ഞു. ഈ 4 വരുന്നതിന് ഒരു പേര് പറയും. എന്താണ്? അത് ഓർത്തു വെക്കണം. അങ്ങനെയാണ് ചോദിച്ചത്. എത്ര എണ്ണമാണെന്നല്ല ചോദിച്ചത്, ആ പേരാണ് പ്രിസൈസ് ആയിട്ട് ചോദിച്ചിരുന്നത്. നോ, ഈ 4 എണ്ണം ഔട്ടർ മോസ്റ്റ് ഓർബിറ്റിൽ വരുന്നതിന് ടെട്ര, ഓക്കെ ഓർത്തിരിക്കണം, ടെട്ര എന്നാണ്, ടെട്രാവാലന്റ് എന്നാണ് അറിയപ്പെടുന്നത്. ആ ഒരു പേര് ചോദിച്ചിട്ടുണ്ട്. അത് കാണുമ്പോഴേ എല്ലാവർക്കും അറിയാം. ഞാൻ അറിയാത്തവരുണ്ടെങ്കിൽ ഒന്ന് മെൻഷൻ ചെയ്തതേ ഉള്ളൂ. ചോദ്യം വന്നിരുന്നതാണ്, സം ട്രേഡ്സ്മാനോ ഏതോ ഒരു ക്വസ്റ്റ്യൻസിന് വന്നതാണ്. ടെട്രാവാലന്റ് എന്നാണ് ഞാൻ പറഞ്ഞ ലാസ്റ്റ് പഠിപ്പിച്ച ഏത്
പ്യൂറസ്റ്റ് ഫോം ഓഫ് സെമികണ്ടക്ടർ സിലിക്കണും ജെർമേനിയും ഒക്കെ പറയപ്പെടുന്നത് ടെട്രാവാലന്റ് ആറ്റംസ് അല്ലെങ്കിൽ എലമെന്റ്സ് എന്നാണ് പറയുന്നത്. ഇനി അതിലേക്ക് കണ്ടക്ടിവിറ്റി കൂട്ടാൻ വേണ്ടി നമ്മൾ ആഡ് ചെയ്യപ്പെടുന്ന ഒരു രണ്ട് ടൈപ്പ് ഇമ്പ്യൂരിറ്റീസ് ആണ് പെന്റാവാലന്റും ട്രൈവാലന്റും. ആ പേരിൽ നിന്ന് തന്നെ എന്ത് മനസ്സിലാക്കാം? ഔട്ടർ മോസ്റ്റ് ഓർബിറ്റിൽ 5 ഇലക്ട്രോൺസ് വരുന്ന പിന്നെ മൂലകങ്ങൾ അല്ലെങ്കിൽ എലമെന്റ്സ് ആണ് എന്ത് വരുന്നത്? പെന്റാവാലന്റ് ഇമ്പ്യൂരിറ്റി ആയിട്ട് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇത് മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ട് ഓർത്തിരിക്കണം ഏതൊക്കെയാണ് ആ എലമെന്റുകൾ എന്നുള്ളത്. ആഴ്സനിക്, ആന്റിമണി, ഫോസ്ഫറസ്, ബിസ്മത്ത് എന്നിവ പെന്റാവാലന്റ് ഇമ്പ്യൂരിറ്റീസ് ആയിട്ട് ആഡ് ചെയ്യപ്പെടുന്നതാണ്. ഇത് 15ാം ഗ്രൂപ്പിൽ വരുന്ന എലമെന്റുകളാണ്. ഓക്കെ, അതായത് 14th ഗ്രൂപ്പിന് തൊട്ടടുത്ത് നിൽക്കുന്ന 15th ഗ്രൂപ്പ് എലമെന്റ്സിൽ വരുന്ന എലമെന്റുകളാണ് ഈ ആഴ്സനിക്, ആന്റിമണി, ഫോസ്ഫറസ്, ബിസ്മത്ത് എന്ന് പറയുന്നത്. ഇതിന്റെ ഔട്ടർ മോസ്റ്റ് ഓർബിറ്റിൽ 5 ഇലക്ട്രോൺസുകളാണ് ഉള്ളത്. അപ്പോ 5 ഇലക്ട്രോൺസിൽ നിന്ന് നമുക്ക് നമ്മുടെ സെമികണ്ടക്ടർ എന്ന് പറയുന്നത് 4 ഇലക്ട്രോൺസ് ആണ്. ഈ 5ൽ 4 എണ്ണവും നമ്മുടെ സെമികണ്ടക്ടറിൽ അല്ലെങ്കിൽ സിലിക്കണിനുള്ളിലെ 4 എണ്ണവുമായിട്ട് എന്ത് ചെയ്യുന്നു? കോവാലന്റ് ബോണ്ട് ഫോം ചെയ്യുന്നു. കോവാലന്റ് ബോണ്ട് ഫോം ചെയ്തിട്ട് ഈ 5 എണ്ണത്തിൽ നിന്ന് 5ാമതായിട്ട് വരുന്ന ഒരു ഇലക്ട്രോൺസ് ഉണ്ടാവും. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഫ്രീ ഇലക്ട്രോൺസ് എന്ന് പറയപ്പെടുന്നത്. ഓക്കെ, അത് ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഞാൻ അടുത്ത സ്ലൈഡിൽ കാണിക്കുന്നുണ്ട്. അപ്പൊ അവിടെ പറയാം. അതുകൊണ്ടാണ് ഇതിനെ എന്ത് ചെയ്യുന്നത്? ഒരു ഇലക്ട്രോൺസിനെ ഡൊണേറ്റ് ചെയ്യാൻ കഴിവുള്ള പിന്നെ മെറ്റീരിയൽ അല്ലെങ്കിൽ ഇമ്പ്യൂരിറ്റി ആയതുകൊണ്ട് ഇതിനെ നമ്മൾ പറയുന്നത് ഡോണർ ആറ്റം എന്നാണ്. ഇമ്പോർട്ടന്റ് ആയിട്ട് ഓർത്തിരിക്കണം. ഡോണർ ആറ്റം ഒരു ഇലക്ട്രോൺസ് നമുക്ക് എന്ത് ചെയ്യുന്നു? ഡൊണേറ്റ് ചെയ്യപ്പെടുവാണ് ചെയ്യുന്നത്. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഇനി ട്രൈവാലന്റ് ഇമ്പ്യൂരിറ്റി എന്ന് പറഞ്ഞാൽ ഔട്ടർ മോസ്റ്റ് ഓർബിറ്റിൽ 3 ഇലക്ട്രോൺസ് റിസൈഡ് ചെയ്യപ്പെടുന്ന എലമെന്റുകളാണ് നമ്മൾ ട്രൈവാലന്റ് ഇമ്പ്യൂരിറ്റി എന്ന് പറയുന്നത് എല്ലാവർക്കും അറിയാം. അതില് ഓർത്തിരിക്കേണ്ട എക്സാമ്പിള് ബോറോൺ, അലുമിനിയം, ഗാലിയം, ഇൻഡിയം, താലിയം പോലെയുള്ള എലമെന്റുകളാണ്. ഇത് ഷോർട്ടായിട്ട് അറിയാത്തവർക്ക് വേണമെങ്കിൽ ഇത് ഓർത്തിരിക്കുക. ബാങ്ക് ഇറ്റ് എന്ന് ഓർത്തിരുന്നാൽ മതി. ഷോർട്ടായിട്ട് ബാങ്ക് ഇറ്റ് എന്ന് ഓർത്തിരുന്നാൽ മതി. ആക്ച്വലി ഞാൻ പഠിപ്പിക്കുന്ന രീതിയിലേക്ക് പിന്നെയും കയറുന്നുണ്ട്. ഇതൊക്കെ ഈ രീതിയിൽ തന്നെ ഞാൻ പഠിപ്പിച്ചു പോയതാണ്. ഓക്കെ, ബട്ട് ആ ഒരു നേച്ചറിലേക്ക് തന്നെ വരുന്നു. സാരമില്ല. അപ്പോ ഈ എലമെന്റുകളാണ് ട്രൈവാലന്റ് ഇമ്പ്യൂരിറ്റി ആയിട്ട് നമ്മൾ ആഡ് ചെയ്യപ്പെടുന്നത്. ഇനി ട്രൈവാലന്റ് ആറ്റംസ് ഇങ്ങനെ എന്താ ചെയ്യപ്പെടുക? ഒരു ഇലക്ട്രോൺസിനെ, ഇപ്പം നമുക്കറിയാം 3 ഇലക്ട്രോൺസുകളേ ഉള്ളൂ ഔട്ടർ മോസ്റ്റ് ഓർബിറ്റിൽ അല്ലെ. അപ്പോൾ നമ്മുടെ സിലിക്കനോ ജെർമേനിയോ വന്നു കഴിഞ്ഞാൽ അവിടെ 4 എണ്ണം ഉണ്ട്. ആ 4 എണ്ണത്തിൽ 3 എണ്ണമായിട്ട് എന്ത് ചെയ്യുന്നു? കോവാലന്റ് ബോണ്ട് ഫോം ചെയ്യപ്പെടുന്നു. അഡീഷണൽ ആയിട്ട് ഒരു ഇലക്ട്രോൺസിന്റെ വേക്കൻസി അവിടെ വരും. ആ വേക്കൻസി ആണ് നമ്മൾ എന്ത് പറയുന്നത്? ഹോൾ ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യപ്പെടുന്നത്. ഈ ഹോള് ഒരു ഇലക്ട്രോൺസ് വന്നു കഴിഞ്ഞാൽ അതിനെ അക്സെപ്റ്റ് ചെയ്യാൻ റെഡി ആയിട്ടുണ്ടാവും. അതുകൊണ്ടാണ് ഇതിനെ എന്ത് പറയുന്നത്? അക്സെപ്റ്റർ ആറ്റം എന്ന പേര് വരാനുള്ള കാരണം. അതിന് ഡീറ്റെയിൽഡ് ആയിട്ട് നിങ്ങൾക്ക് ഇവിടെ കാണാം. അപ്പൊ ഇങ്ങനെ നമുക്ക് കിട്ടപ്പെടുന്ന എക്സ്ട്രിൻസിക് സെമികണ്ടക്ടേഴ്സ് ആണ് നമ്മൾ എൻ ടൈപ്പ് സെമികണ്ടക്ടറും പി ടൈപ്പ് സെമികണ്ടക്ടറും ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യപ്പെടുന്നത്. ഫ്രീ ഇലക്ട്രോൺസ് അഡീഷണൽ ആയിട്ട് ഉണ്ടാവാൻ കാരണമാകുന്ന പെന്റാവാലന്റ് ഇമ്പ്യൂരിറ്റി ആഡ് ചെയ്യപ്പെടുമ്പോഴാണ് നമുക്ക് എൻ ടൈപ്പ് സെമികണ്ടക്ടർ ഡെവലപ്പ് ചെയ്യപ്പെടുന്നത്. ഓക്കെ, ക്ലിയർ ആവുന്നുണ്ടല്ലോ? എന്തെങ്കിലും സ്പീഡ് കൂടുതലോ അല്ലെങ്കിൽ ഡൗട്ടോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അപ്പോൾ തന്നെ നിങ്ങൾക്ക് അവിടെ കമന്റ് ബോക്സിൽ പേസ്റ്റ് ചെയ്യണം. ഞാൻ അത് ഇടയ്ക്കിടയ്ക്ക് നോക്കുന്നുണ്ട്. ഓപ്പൺ ആയിട്ട് തന്നെ ഇട്ടിരിക്കുവാണ്. ഓക്കെ, അപ്പൊ നോക്കുന്നില്ല എന്നൊന്നും ആരും വിചാരിക്കണ്ട. അത് റെഡി ആയിട്ട് അവിടെ കിടപ്പുണ്ട്. ഓക്കെ, എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കുക. അപ്പൊ ഇങ്ങനെ ഇവിടെ നോക്കുക. ആ ഒരു ഫിഗർ നിങ്ങൾക്ക് ഇവിടെ കാണാം. നമുക്കിവിടെ ചുറ്റിനും എല്ലാവർക്കും കാണുന്നുണ്ടല്ലോ അല്ലെ. ഇവിടെ ജെർമേനിയം ആണ്. ഈ ഒരു പാർട്ടിലെല്ലാം ജെർമേനിയം കൊടുത്തിരിക്കുന്നു. ഈ ജെർമേനിയത്തിലേക്ക് ആഴ്സനിക് എന്ന് പറയുന്ന പെന്റാവാലന്റ് ഇമ്പ്യൂരിറ്റി നമ്മൾ എന്ത് ചെയ്യുന്നു? ഡോപ്പ് ചെയ്ത് കൊടുക്കുന്നു. അപ്പൊ ഡോപ്പ് ചെയ്യപ്പെടുമ്പോൾ നമുക്കറിയാം ഈ ജെർമേനിയത്തിനെല്ലാം ഔട്ടർ മോസ്റ്റ് ഓർബിറ്റിൽ 4 ഇലക്ട്രോൺസുകളാണ് ഉള്ളത്. ആഴ്സനിക്കിനാണെങ്കിൽ 5 എണ്ണം ഉണ്ട്. ഈ 5 എണ്ണത്തിൽ 4 എണ്ണമായിട്ട് ഇവിടെ എന്ത് ചെയ്യുന്നു? ഇവിടെ നോക്കുക, കോവാലന്റ് ബോണ്ട് ഫോം ചെയ്തിരിക്കുന്നു അല്ലെ. ഇവിടെ 1, ഇവിടെ അടുത്ത 2, അടുത്ത 3, പിന്നെന്താണ് 4. 4 കഴിഞ്ഞിട്ട് ആഴ്സനിക്കിന് എന്താണ്ട് 5ാമത് ഇലക്ട്രോൺസ് ഉണ്ട് അല്ലെ. 5ാമത് ഇലക്ട്രോൺസ് പെയർ ചെയ്യാൻ ഇവിടെ തൊട്ടടുത്ത് വേറെ ഒരു പിന്നെ ഫ്രീ ഇലക്ട്രോൺസോ അല്ലെങ്കിൽ പിന്നെ ഔട്ടർ മോസ്റ്റ് ഓർബിറ്റിൽ റിസൈഡ് ചെയ്യുന്ന ഇലക്ട്രോൺസോ ഒന്നും തന്നെ ഇല്ല. അതുകൊണ്ട് ഇതെന്താണ്? ഇത് പുറത്ത് കിടക്കും. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഫ്രീ ഇലക്ട്രോൺസ് എന്ന് പറയുന്നത്. ഓക്കെ, മനസ്സിലായല്ലോ എല്ലാവർക്കും? അപ്പൊ ഈ ഫ്രീ ഇലക്ട്രോൺസ് ആണ് എന്ത് ചെയ്യുന്നത്? നമുക്ക് ഇലക്ട്രോൺ കറന്റ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇതിന്റെ ഈ ഒരു ഫ്രീ ഇലക്ട്രോൺസിന്റെ മൂവ്മെന്റ് കാരണമായിട്ടുണ്ടാകുന്ന കറന്റ് ആണ് കണ്ടക്ഷൻ നമുക്ക് സാധ്യമാക്കുന്നത്. സോ ഇവിടുത്തെ മെജോറിറ്റി നമ്മൾ പഠിച്ചതുപോലെ തന്നെ ഇലക്ട്രോൺസ് ആയിരിക്കും എൻ ടൈപ്പിലെ മെജോറിറ്റി ചാർജ് കാരിയേഴ്സ് ആയിട്ട് നമുക്ക് വരുന്നത്. അപ്പൊ ഈ ഡോപ്പിംഗിന്റെ എണ്ണം കൂടുന്നതനുസരിച്ച് ഒരുപാട് പിന്നെ ചാർജ് കാരിയേഴ്സ്, ഫ്രീ ഇലക്ട്രോൺസ് നമുക്ക് അവിടെ എന്ത് ചെയ്യുന്നു? ഡെവലപ്പ് ചെയ്യപ്പെടുന്നു എന്നുള്ള കാര്യം ഓർക്കുക. ഇനി നമ്മുടെ രണ്ടാമത്തെ ടൈപ്പായ എക്സ്റ്റൻസീവ് സെമികണ്ടക്ടർ ആയ
ട്രൈവാലന്റ് ഇമ്പ്യൂരിറ്റീസ് ആഡ് ചെയ്യപ്പെട്ട് നമുക്ക് കിട്ടുന്ന മെറ്റീരിയൽ ആണ് പി ടൈപ്പ് മെറ്റീരിയൽ എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ നോക്കുക, ജർമേനിയം തന്നെ ചുറ്റിനും എടുത്തിരിക്കുന്നു. അതിലേക്ക് ബോറോൺ എന്ന് പറയുന്ന എലമെന്റ്, അതായത് ട്രൈവാലന്റ് ഇമ്പ്യൂരിറ്റി നമ്മൾ എന്ത് ചെയ്യുന്നു, ഡോപ്പ് ചെയ്ത് കൊടുക്കുന്നു. അങ്ങനെ ചെയ്യുമ്പോൾ ബോറോണിനാകെ ഔട്ടർ മോസ്റ്റ് ഓർബിറ്റിൽ 3 ഇലക്ട്രോൺസുകളേ ഉള്ളൂ. അത് തൊട്ടടുത്തിരിക്കുന്ന ജർമേനിയുമായിട്ട് എന്ത് ചെയ്യുന്നു, കോവാലന്റ് ബോണ്ട് ഫോം ചെയ്യുന്നു. 1, 2, 3 ഉള്ളൂ അല്ലെ. പിന്നെ ഒരെണ്ണം ഇവിടെ ജർമേനിയത്തിന്റെ ഒരു ഇലക്ട്രോൺസുമായിട്ട് എന്ത് ചെയ്യുന്നില്ല, പിന്നെ പെയർ ചെയ്യാൻ വേണ്ടി അവിടെ ഒരു ഇലക്ട്രോൺസ് ഇല്ല. അപ്പൊ ഈ ഇലക്ട്രോൺസിന്റെ വേക്കൻസിയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഹോൾസ് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യപ്പെടുന്നത്. ഓക്കെ, ഇതൊക്കെ ഒരു അസംഷൻ ആണ്. അപ്പം നമുക്ക് അവിടെ ഉണ്ട് എന്നുള്ള രീതിയിൽ ഇതൊക്കെ പഠിക്കാവുള്ളൂ. ആക്ച്വലി അവിടെ ഇല്ല. ഈ ഒരു വേക്കൻസി ഒക്കെ കാണിക്കുന്നത് ഹോൾസ് ആയിട്ടാണ്. അപ്പൊ നിങ്ങൾക്ക് അറിയാം, ഇലക്ട്രോണിക്സ് പഠിച്ചവരല്ലേ. അപ്പൊ അത് നമ്മുടെ ഒരു സാങ്കല്പികമായിട്ടുള്ള ഒരു കാര്യമാണ്, അങ്ങനെ പഠിക്കരുത്. ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി പറഞ്ഞതേ ഉള്ളൂ. അവിടെ ഹോൾസ് എന്ന് പറയുന്ന ഒരു മെറ്റീരിയൽ ഉണ്ട് എന്നുള്ള, അല്ലെങ്കിൽ ഒരു പിന്നെ കൺസെപ്റ്റ് ഉണ്ട് എന്നുള്ള രീതിയിൽ തന്നെ നിങ്ങളുടെ വർക്കിംഗ് ഇത് പഠിക്കാൻ പാടുള്ളൂ. ഇലക്ട്രോണിക്സ് ആണ്, ഫുൾ ഇമാജിനേഷൻ. ഇതൊക്കെ നമ്മുടെ ഡയറക്റ്റ് കാണാത്ത കാര്യങ്ങളാണ്. അതുകൊണ്ട് ഞാൻ മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞ കാര്യമാണെന്നേ ഉള്ളൂ. അപ്പൊ അവിടെ ഉണ്ട് എന്നുള്ള, ഹോൾസ് എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ട് എന്നുള്ള രീതിയിൽ തന്നെ വേണം ഇതിന്റെ വർക്കിംഗ് പഠിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കി പോവാൻ. അപ്പൊ നിങ്ങൾ അങ്ങനെ പഠിച്ചവരുമായിരിക്കും അല്ലെ. അവിടെ അങ്ങനെ ഒരു ഹോൾസ് എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ട് എന്നുള്ള രീതിയിലാണ് എല്ലാവരും പഠിച്ചിരിക്കുന്നത് അല്ലെ. ഓക്കെ, അപ്പൊ ആ ഒരു വേക്കൻസിയെ പറയുന്ന ഒരു പേരാണ് ഹോൾസ് കേട്ടോ. ആക്ച്വലി അവിടെ ഒരു പുറത്തുനിന്ന് ഒരു ഇലക്ട്രോൺസ് വന്നു കഴിഞ്ഞാൽ അത് ഡയറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യും, അത് ക്യാപ്ചർ ചെയ്ത് കോവാലന്റ് ബോണ്ട് ഫോം ചെയ്യും. ഓക്കെ, അപ്പൊ പിന്നെ ഈ ഹോൾസിലേക്ക് എത്തുന്ന ഇലക്ട്രോൺസിന്റെ മൂവ്മെന്റ് കാരണമായിട്ടാണ് അവിടെ ഹോൾ കറന്റ് ഉണ്ടാവുന്നത്. ഓക്കെ, അതൊക്കെ എല്ലാവർക്കും അറിയാമല്ലോ. അപ്പൊ അതിലേക്കൊന്ന് ഡെപ്ത് ആയിട്ട് പോകണ്ട, നമുക്ക് എക്സാം ഓറിയന്റഡ് ആയിട്ട് വേണം പഠിക്കാൻ. ബിടെക് ലെവലിലോട്ടൊന്നും നമുക്ക് പോകണ്ട. അപ്പൊ ഇവിടുത്തെ മെജോറിറ്റി കാരിയേഴ്സ് എന്ന് പറയുന്നത് ഹോൾസ് ആയിരിക്കും എന്നുള്ള കാര്യവും നമുക്ക് അറിയാവുന്ന കാര്യമാണ്. ഇനി പി എൻ ജംഗ്ഷൻ ഡയോഡ്. അപ്പൊ ഇത്രയാണ് നമ്മുടെ സെമി കണ്ടക്ടർ മെറ്റീരിയൽ കണ്ടക്ടിവിറ്റി കൂട്ടാനുള്ള എൻ ടൈപ്പ് ആൻഡ് പി ടൈപ്പ് മെറ്റീരിയൽ നമ്മൾ മാനുഫാക്ചർ ചെയ്തെടുത്തു എന്ന് പ്രതീക്ഷിക്കുക. ഇനി നമ്മൾ ഈ പി ടൈപ്പ് ആൻഡ് എൻ ടൈപ്പ് മെറ്റീരിയൽ വെച്ചിട്ട് ക്രിയേറ്റ് ചെയ്യപ്പെടുന്ന പിന്നെ മെറ്റീരിയൽ അല്ലെങ്കിൽ ഡിവൈസ് ആണ് പി എൻ ജംഗ്ഷൻ ഡയോഡ് എന്ന് പറയുന്ന ഡിവൈസ്. അപ്പൊ അതിലേക്ക് നോക്കാം. ഒരു പി ടൈപ്പ് ആൻഡ് എൻ ടൈപ്പ് മെറ്റീരിയൽ നമ്മൾ സാൻഡ്വിച്ച് ചെയ്യുക അല്ലെങ്കിൽ ഫ്യൂസ് ചെയ്യപ്പെടുമ്പോൾ നമുക്ക് കിട്ടുന്ന മെറ്റീരിയൽ ആണ് പി എൻ ജംഗ്ഷൻ ഡയോഡ്, അല്ലെങ്കിൽ നമ്മുടെ നോർമൽ റെക്ടിഫയർ ഡയോഡ് എന്ന് പറയുന്ന നോർമൽ ഡയോഡ് എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഇവിടെ കാണാം. അപ്പൊ ഇതിന്റെ ക്ലാസ്സും ഡീറ്റെയിൽ ആയിട്ട് ഞാൻ എടുത്തിട്ടുണ്ട്, അത് എടുത്ത് കാണുക. അപ്പൊ ഇവിടെ ഡിഫ്യൂഷൻ സംഭവിക്കും. ഡിഫ്യൂഷൻ സംഭവിക്കുമ്പോൾ ഇതിന്റെ പിന്നെ എന്താണ്, ജംഗ്ഷനിലുള്ള ഇലക്ട്രോൺസും ഹോൾസും റീകോമ്പിനേഷൻ നടന്ന് അവിടെ ഇല്ലാതായിട്ട് പോകും. പിന്നെ എന്തേ കാണുള്ളൂ, ഈ ഇലക്ട്രോൺസിന്റെ കൂടെ ഇവിടെ റീകോമ്പിനേഷൻ നടന്നുപോയ ഇലക്ട്രോൺസിന്റെ കൂടെ ഉണ്ടായിരുന്ന പോസിറ്റീവ് അയോൺസും ഇതിന്റെ ബൗണ്ടറിയിൽ ഉണ്ടായിരുന്ന എന്താണ് റീകോമ്പിനേഷൻ ചെയ്തു പോയ ഹോൾസിന്റെ തൊട്ടടുത്തുണ്ടായിരുന്ന നെഗറ്റീവ് അയോൺസും മാത്രമേ അവിടെ ഉണ്ടാവുകയുള്ളൂ. ഇതെന്താണ്, ഫർദർ മൂവ്മെന്റ് ഓഫ് ഇലക്ട്രോൺസിനെ ഈ പോസിറ്റീവ് അയോൺസ് നെഗറ്റീവ് അയോൺസ് പിന്നെ ഒപ്പോസ് ചെയ്യപ്പെടും. ചുമ്മാ വെച്ചിരിക്കുന്നതിലാണ് കേട്ടോ. ഇനി ഫർദർ മൂവ്മെന്റ് ഓഫ് ഹോൾസിനെ എന്ത് ചെയ്യുന്നു, എൻ ടൈപ്പിൽ ഈ സൈഡിൽ നിൽക്കുന്ന പോസിറ്റീവ് അയോൺസും ഒപ്പോസ് ചെയ്യപ്പെടുന്നു. അതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നില്ല, ഫുൾ ഇലക്ട്രോൺസും ഹോൾസും ഇവിടെ റീകോമ്പിനേഷൻ നടന്നില്ലാതായിട്ട് പോകാത്തതിന് കാരണം. ഓക്കെ, അപ്പൊ ആ ജോയിൻ ചെയ്യുന്ന സമയത്ത് തന്നെ ബൗണ്ടറിയിലുള്ള അല്ലെങ്കിൽ ആ ജംഗ്ഷനിലുള്ള ഇലക്ട്രോൺസും ഹോൾസും മാത്രമാണ് റീകോമ്പിനേഷൻ നടന്നില്ലാതായിട്ട് പോകുന്നത്. പിന്നെ അവിടെ ഇമ്മൊബൈൽ ആയിട്ട് നിങ്ങളിപ്പോ കാണുന്ന പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് അയോൺസ് മാത്രമായിരിക്കും ഉണ്ടാവുക. ഇമ്മൊബൈൽ ആണ്, അനങ്ങാൻ പറ്റാത്ത രീതിയിൽ ഇരിക്കുന്ന പിന്നെ എന്താണ് പോസിറ്റീവ് അയോൺസും നെഗറ്റീവ് അയോൺസും അവിടെ ഉണ്ടായിരിക്കും. ഇത് ഫർദർ മൂവ്മെന്റ് ഓഫ് ഇലക്ട്രോൺസിനെയും ഹോൾസിനെയും ഒപ്പോസ് ചെയ്യപ്പെടുന്നു. അതുകൊണ്ടാണ് നോർമൽ ഒരു പി എൻ ജംഗ്ഷൻ ഡയോഡ് നോർമൽ കണ്ടീഷനിൽ അങ്ങനെ തന്നെ ഇരിക്കാനുള്ള കാരണം, ഫർദർ മൂവ്മെന്റ് ഒന്നും ഇല്ലാതെ. ഇനി ഈ ഇങ്ങനെ ക്രിയേറ്റ് ചെയ്യപ്പെടുന്ന ബാരിയർ അല്ലെ, ഇതൊരു ബാരിയർ എന്ന് പറയാം, കാരണം ഫർദർ മൂവ്മെന്റ്സിനെ ഒപ്പോസ് ചെയ്യുവാണ്. ഇങ്ങനെ പിന്നെ ക്രിയേറ്റ് ചെയ്യപ്പെടുന്ന ഈ ഒരു ബാരിയറിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഡിപ്ലീഷൻ റീജിയൻ എന്ന് പറയപ്പെടുന്നത്. ഓക്കെ, അപ്പൊ ഈ ഡിപ്ലീഷൻ റീജിയൻ മറികടക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ എക്സ്റ്റേണൽ ആയിട്ട് ഒരു വോൾട്ടേജ് കൊടുക്കണം അല്ലെ. ആ വോൾട്ടേജ് അല്ലെങ്കിൽ ഒരു എനർജി കൊടുക്കണം എന്ന് പറയാം, എനർജി എന്ന് തന്നെ പറഞ്ഞു പോവാം. ആ ഒരു എനർജി കൈവരിച്ചു കഴിഞ്ഞാൽ മാത്രമേ ഇലക്ട്രോൺസ് ഇത് പെനട്രേറ്റ് ചെയ്ത് പി മെറ്റീരിയലിലേക്കും ഹോൾസിൽ പിന്നെ എന്താണ് ഡിപ്ലീഷൻ റീജിയൻ പെനട്രേറ്റ് ചെയ്ത് എന്നിലേക്ക് എത്തുള്ളൂ. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ മൂവ്മെന്റ് കാരണം നമുക്ക് ഫോർവേഡ് ബയസിലാണെങ്കിൽ പിന്നെ എന്താണ് കറണ്ട് അല്ലെങ്കിൽ കണ്ടക്ഷൻ കിട്ടാൻ സാധ്യമാവുകയുള്ളൂ. അപ്പൊ ഈ പിന്നെ ഡിപ്ലീഷൻ റീജിയൻ മറികടക്കാൻ വേണ്ടിയുള്ള പിന്നെ എന്താണ് പിന്നെ വോൾട്ടേജിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, കട്ടിംഗ് വോൾട്ടേജ് എന്ന് പറയും, അല്ലെങ്കിൽ ബാരിയർ പൊട്ടൻഷ്യൽ എന്ന് പറയും.
അങ്ങനെ പല പേരുകളുണ്ട്. അത് നമ്മൾ ക്വസ്റ്റ്യനിലേക്ക് വരുമ്പോൾ കാണും. ഒന്ന് കട്ട് ഇൻ വോൾട്ടേജ്, നീ വോൾട്ടേജ് എന്ന് പറയാറുണ്ട്, ബാരിയർ പൊട്ടൻഷ്യൽ എന്ന് പറയാറുണ്ട്. ഇതെല്ലാം ഈ പറഞ്ഞ വോൾട്ടേജ്, അതായത് ഈ ബാരിയർ പൊട്ടൻഷ്യൽ മറികടക്കാൻ ആവശ്യമായിട്ട്, മറികടന്ന് നമുക്ക് കണ്ടക്ഷൻ കിട്ടാൻ കാരണമായിട്ട് അപ്ലൈ ചെയ്യപ്പെടേണ്ട ഒരു വോൾട്ടേജ് ഉണ്ട്. ആ വോൾട്ടേജിനെയാണ് നമ്മൾ നീ വോൾട്ടേജ്, കട്ട് ഇൻ വോൾട്ടേജ്, ദെൻ ബാരിയർ പൊട്ടൻഷ്യൽ എന്നൊക്കെ പറയുന്നത്. അത് സിലിക്കൺ എടുത്തു കഴിഞ്ഞാൽ 0.7 ആണെന്ന് നമുക്കറിയാം. ജെർമേനിയം എന്ന് പറയുന്നത് 0.3 ആണെന്ന് പറയാം. ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യം, അതിൽ കിടന്ന് കറങ്ങുന്നില്ല. അപ്പൊ ഈ ഒരു പോയിന്റ് വാല്യൂ ആയിട്ടാണ് നമ്മുടെ ഫോർബിഡൻ എനർജി ഗ്യാപ്പുമായിട്ട് മാറിപ്പോകുന്നതെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞിരുന്നു. അതുകൊണ്ടാണ് ഇത് പ്രിസൈസ് ആയിട്ട് എടുത്ത് പഠിക്കണമെന്ന് പറഞ്ഞത്. ഫോർബിഡൻ എനർജി ഗ്യാപ്പിന്റെ ആ വാല്യൂ എന്താണ് ചോദ്യം നല്ല വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ തന്നെ പിന്നെ നിങ്ങൾ ക്യാപ്പബിൾ ആയിരിക്കണം. അത് ഓർമ്മിപ്പിച്ചെന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, ഇനി ബയാസിംഗിലേക്ക് ഞാൻ എടുത്തു പറയേണ്ട ആവശ്യമില്ലല്ലോ. ഫോർവേഡ് ബയസ് കണ്ടീഷനിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ രീതിയിൽ ബാറ്ററി കൊടുക്കുന്നു. അതായത് പി റീജിയൻ പോസിറ്റീവിലേക്കും എൻ റീജിയൻ നെഗറ്റീവിലേക്കും കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫോർവേഡ് ബയസ് കണ്ടീഷനിലായി എന്താണ് ഇവിടെ ഇലക്ട്രോൺസും ഹോൾസും മൂവ്മെന്റ് നടന്ന് നമുക്ക് പിന്നെ ബാരിയർ പൊട്ടൻഷ്യൽ കഴിയും, അല്ലെങ്കിൽ നീ വോൾട്ടേജോ കട്ടിൻ വോൾട്ടേജോ മറികടന്ന് കഴിയുമ്പോൾ നമുക്ക് കണ്ടക്ഷൻ അല്ലെങ്കിൽ കറണ്ട് കൂടാൻ കാരണമാവും. ആ കറണ്ട് കൂടുന്നതാണ് നമുക്ക് ഇവിടെ ഡയോഡ് വോൾട്ടേജ് ആയിട്ട് കിട്ടുന്നത്. റിവേഴ്സ് ബയസിലാണെങ്കിൽ നമുക്കറിയാം ബാറ്ററിയുടെ പൊളാരിറ്റി നേരെ ഓപ്പോസിറ്റ് ചെയ്ത് എന്താണ് റിവേഴ്സ് ചെയ്ത് കൊടുത്താൽ മതി. പി റീജിയനിൽ നെഗറ്റീവ്, എൻ റീജിയനിൽ പോസിറ്റീവ് ആണ്. അപ്പൊ എന്ത് സംഭവിക്കും, ഹോൾസ് എല്ലാം പിന്നെ ബാറ്ററിയുടെ നെഗറ്റീവ് സൈഡിലേക്കും പിന്നെ എൻ റീജിയനിലുള്ള ഇലക്ട്രോൺസുകളെല്ലാം ബാറ്ററിയുടെ പോസിറ്റീവ് സൈഡിലേക്കും എന്ത് ചെയ്യും, അട്രാക്ട് ചെയ്യപ്പെടും. സോ അതുകൊണ്ട് തന്നെ ഡിപ്ലീഷൻ റീജിയൻ വളരെ വിഡ്ത് എന്ന് പറയുന്നത് വളരെ കൂടിക്കൂടി വരും. അതുകൊണ്ട് തന്നെ നമുക്ക് തിയററ്റിക്കലി നമുക്ക് എന്ത് പറയാം, ഒരു കറണ്ടും തന്നെ ഫ്ലോ ചെയ്യുന്നില്ല എന്ന് നമുക്ക് പറയാം. പക്ഷെ പ്രാക്ടിക്കലി അതാണോ കണ്ടീഷൻ? പ്രാക്ടിക്കൽ കണ്ടീഷൻ ആണ് നിങ്ങൾ ഇവിടെ കാണുന്നത്. പ്രാക്ടിക്കൽ കണ്ടീഷനിൽ റിവേഴ്സ് സാച്ചുറേഷൻ കറണ്ട് എന്ന് പറയുന്ന നമ്മൾ എപ്പോഴും പഠിക്കുന്ന പേരെന്ന് പറയുന്നത് ലീക്കേജ് കറണ്ട് ആണ്. അതിന് ഇങ്ങനെ ഒരു പേര് ഓർത്തിരിക്കണം, റിവേഴ്സ് സാച്ചുറേഷൻ കറണ്ട്. ഫോർമൽ ആയിട്ട് പറയുമ്പോൾ റിവേഴ്സ് സാച്ചുറേഷൻ കറണ്ട് എന്നാണ് നമ്മൾ പറഞ്ഞു പോകുന്നത്. IS ദാറ്റ് ഈസ് സെയിം ആസ് ലീക്കേജ് കറണ്ട് തന്നെ. കാരണം ടെമ്പറേച്ചറിന്റെ അഫക്ഷൻ എന്താണെങ്കിലും ഉണ്ടാവും. റൂം ടെമ്പറേച്ചറിൽ തന്നെ ഒരു ടെമ്പറേച്ചർ ഉണ്ട്. ആ ടെമ്പറേച്ചർ കാരണമായിട്ട് മൈനോറിറ്റി കരിയേഴ്സിന്റെ ഡെവലപ്മെന്റ് ഉണ്ടാവും. മൈനോറിറ്റി കരിയേഴ്സ് എന്ന് പറഞ്ഞാൽ പി സൈഡിലാണെങ്കിൽ ഇലക്ട്രോൺസ് ഇവിടെ ഉണ്ടാവും, എൻ സൈഡിലാണെങ്കിൽ ഹോൾസ് ഇവിടെ ഉണ്ടാവും അല്ലെ. വളരെ കുറഞ്ഞ അളവിലേ ഉള്ളൂ. അതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. 1, 2, 3 കാണിച്ചിട്ടുള്ളൂ. ഇവിടെ അതുപോലെ തന്നെ പിന്നെ ഹോൾസും ഇലക്ട്രോൺസും എന്താണ് ഈ ഡിപ്ലീഷൻ റീജിയൻ മറികടക്കാൻ ആവശ്യമായിട്ട് വോൾട്ടേജ് നമ്മൾ റിവേഴ്സ് ബയസിൽ തന്നെ കൊടുത്തു വെച്ചിട്ടുണ്ട്. ആ മൈനോറിറ്റി കാരിയേഴ്സിന്റെ പെനട്രേഷൻ കാരണമാണ് നമുക്ക് എന്ത് കിട്ടുന്നത്, റിവേഴ്സ് സാച്ചുറേഷൻ കറണ്ട് ആയ ലീക്കേജ് കറണ്ട് കിട്ടുന്നത്. അതിന്റെ റേഞ്ച് എന്ന് പറയുന്നത് ജസ്റ്റ് മൈക്രോ ആംപിയർ റേഞ്ചിൽ മാത്രമായിരിക്കും എന്നുള്ള കാര്യം ഓർത്തു വെച്ചേക്കുക. അതാണ് ഞാൻ പറഞ്ഞത്, നെഗ്ലിജിബിൾ ആണ്. നമ്മൾ പൊതുവെ അത് നെഗ്ലിജിബിൾ കറണ്ട് ആയിട്ടാണ് കൺസിഡർ ചെയ്യപ്പെടുന്നത് നമ്മൾ മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻസ് ഒക്കെ ചെയ്യുമ്പോൾ എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. ക്ലിയർ ആണല്ലോ? ഓക്കെ അല്ലേ? ഇത്രയും തിയറി എല്ലാവർക്കും മനസ്സിലായില്ലേ? കുറച്ച് നീണ്ടുപോയെന്ന് തോന്നുന്നു. അപ്പം അടുത്ത ആഴ്ച തൊട്ട് ഇത്രയും പ്രതീക്ഷിക്കരുത് വൈഡായിട്ട്, കാരണം ഓൾറെഡി നമ്മൾ ഡിസ്ക്രൈബ് ചെയ്ത് പോയതാണ്. എല്ലാവർക്കും മനസ്സിലായോ? ഇത്രയും പറഞ്ഞ ഫാക്ടുകൾ ഓക്കെ ആണോ? എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടോ? സ്പീഡ് കൂടിയോ? എന്തെങ്കിലും കമന്റ് പറയാനുണ്ടോ? നമുക്ക് ഇതിന്റെ റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാം. അതുകൂടെ കഴിഞ്ഞിട്ട് നമുക്ക് ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം. ദാറ്റ് മീൻസ് ഓക്കെ, നോക്കാം എവിടെ വരെയാണെന്നുള്ളത്. ഓക്കെ അല്ലേ? ക്ലിയർ ആണോ? എല്ലാവരും ഉറങ്ങിയോ? സ്പീഡ് ഓക്കെ ആണോ? ഓക്കെ. ബാക്കിയുള്ളവർക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? ഇപ്പൊ തന്നെ റെക്ടിഫൈ ചെയ്ത് പോകണം. എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് കമന്റ് ചെയ്യാനുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം എങ്ങനെ വേണമെന്നൊക്കെയുള്ള അഭിപ്രായം നിങ്ങൾക്ക് പറയാം. ക്ലാസ് അല്ലെങ്കിൽ മോക്ക് ടെസ്റ്റ് നമുക്ക് ആക്ച്വലി 2 ആഴ്ച കൂടുമ്പോൾ ഒരെണ്ണം നടത്താം എന്നുള്ള പ്ലാനിലാണ് പോകുന്നത്. അപ്പൊ അങ്ങനെ തന്നെ ഇപ്പൊ തൽക്കാലം അങ്ങനെ പോട്ടെ. പിന്നെ ഫ്രീക്വൻസി കൂട്ടണമെന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നീട് ആലോചിക്കാം. ഓക്കെ, പിന്നെ 2 ആഴ്ച കൂടുമ്പം ഒരു മോക്ക് ടെസ്റ്റ് എന്നുള്ള രീതിയിലാണ്. ആ മോക്ക് ടെസ്റ്റ് നടക്കുന്നത് menti.com എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷൻ വഴിയാണ്. അതിന്റെയൊക്കെ പ്രൊസീജിയർ എങ്ങനെയാണെന്ന് പുതുതായിട്ട് വന്നവർക്ക് ഡിസ്ക്രൈബ് ചെയ്ത് തരാം. പിന്നെ ഡൗട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ ചാനലിലോ വാട്സാപ്പ് ഗ്രൂപ്പിലോ പേഴ്സണലായിട്ടോ ചോദിക്കാം, അല്ലെങ്കിൽ ഇവിടെ വേണമെങ്കിലും ചോദിക്കാം. ഓക്കെ, അപ്പൊ ഇതൊന്ന് ആൻസർ ചെയ്യുക എല്ലാവരും. സെമി കണ്ടക്ടർ ഹാസ് ഡാഷ് വാലൻസ് ഇലക്ട്രോൺസ്. എത്രയാണ്? കമന്റ് ചെയ്തോ. ABCD എന്നുള്ളത് പറഞ്ഞാലും മതി. ഓക്കെ, എല്ലാവരും നമ്മളിപ്പോ പറഞ്ഞ കാര്യം തന്നെ 4 എണ്ണമാണ്. ജൂനിയർ ഇൻസ്ട്രക്ടർ ഇലക്ട്രോ മെക്കാനിക്ക് 2018 നടന്ന ജൂനിയർ ഇൻസ്ട്രക്ടർ ഇലക്ട്രോ മെക്കാനിക്കിൽ ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾക്ക് ഇവിടെ കാണാം, ഇതിൽ നിന്ന് എടുത്ത ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇനി അടുത്തത്, ദ സ്ട്രെങ്ത് ഓഫ് എ സെമി കണ്ടക്ടർ ക്രിസ്റ്റൽ കം ഫ്രം. ഒരു സെമി കണ്ടക്ടർ ക്രിസ്റ്റലിന്റെ സ്ട്രെങ്ത് എങ്ങനെയാണ് കൈവരിക്കുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇതും ജൂനിയർ ഇൻസ്ട്രക്ടർ ഇലക്ട്രോ മെക്കാനിക്കിൽ 2018 ചോദിച്ചതാണ്.
force between protons, force between nuclei, electron pair bonds, none of the above. ഏതായിരിക്കും ആൻസർ? മോക്ക് ടെസ്റ്റ് വീഡിയോ ഡിവൈഡ് ചെയ്താണോ? അല്ല സോബിനെ, അങ്ങനെ പോകേണ്ട ആവശ്യമുണ്ടോ? മോക്ക് ടെസ്റ്റ് എവിടെ നിന്നും വരാം. അങ്ങനെ ഒരു മോക്ക് ടെസ്റ്റ് ഇടാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വീഡിയോ റിലേറ്റഡ് ആയിട്ടും ഉണ്ടാവും, അതിൽ നിന്നില്ല എന്നല്ല. നമ്മൾ പുതുതായിട്ടൊരു ക്വസ്റ്റ്യൻസ് വന്നു കഴിഞ്ഞാൽ PSC അങ്ങനെയാണല്ലോ, നമ്മൾ ഡയറക്റ്റ് ആയിട്ട് ചെന്നിരിക്കുമ്പോൾ പുതുതായിട്ടൊരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ നമ്മളത് പെട്ടെന്ന് തന്നെ ചെയ്യാൻ ശ്രമിക്കണം അല്ലെ. അപ്പൊ അങ്ങനെ ഒരു മോഡിലേക്കും കൂടെ കൊണ്ടുവരാൻ വേണ്ടി നമ്മുടെ പിന്നെ പഠിച്ചത് ഉപരിയായിട്ടുള്ള ക്വസ്റ്റ്യൻസും പ്രതീക്ഷിക്കാം. ഓക്കെ, വീഡിയോ ബേസ്ഡ് തന്നെ പോയിട്ട് കാര്യമില്ലല്ലോ, അങ്ങനെ പോയാൽ പോരെ, അതല്ലേ നല്ലത്. എന്താണ് സോബിന്റെ അഭിപ്രായം? ബാക്കിയുള്ളവർക്കും പറയാം, അങ്ങനെ പോയാൽ പോരെ. അപ്പൊ ഇവിടെ ആൻസർ എന്താണ്? ഓപ്ഷൻ സി ആണ്. നമുക്കറിയാം ഇലക്ട്രോൺ പെയർ ബോണ്ട് ആണ് ഒരു സെമി കണ്ടക്ടർ ക്രിസ്റ്റലിന്റെ സ്ട്രെങ്ത് കാരണമായിട്ടുള്ള പിന്നെ ബോണ്ടിങ് എന്ന് പറയുന്നത്. ഇനി അടുത്തത് ആഴ്സനിക് ഈസ് എ ഡാഷ് ഇംപ്യൂരിറ്റി. പെട്ടെന്ന് പറഞ്ഞു. ഓൾ സിലബസിൽ നിന്നാണോ? അല്ലല്ല, അങ്ങനല്ല. പിന്നെ ആ ഒരു റീജിയനിൽ പഠിപ്പിച്ച കാര്യങ്ങളിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ്, അങ്ങനെ കാർഡ് അടച്ച് നമ്മൾ ഇട്ട് കഴിഞ്ഞാലും പാടല്ലേ. ഓക്കെ, അങ്ങനെ പഠിക്കാം. അപ്പൊ ഇവിടുത്തെ ആൻസർ എന്താണ്? ആഴ്സനിക് എന്ന് പറയുന്നത് ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യം തന്നെ പെന്റാവാലന്റ് ഇംപ്യൂരിറ്റി ആണ്. ഇത് ട്രേഡ്സ്മാൻ ഇലക്ട്രോണിക്സ് 2014 ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ആന്റിമണി ഈസ് എ ടൈപ്പ് ഡാഷ് ടൈപ്പ് ഓഫ് ഡോപ്പിംഗ്. ആന്റിമണി ഏതാണ്? ആഴ്സനിക്കിന്റെ കൂടെ നമ്മൾ പഠിക്കുന്ന കാര്യമാണ് ആന്റിമണി. ഇതും ട്രേഡ്സ്മാൻ ഇലക്ട്രോണിക്സ് 2016 ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ നമുക്കറിയാം പെന്റാവാലന്റ് തന്നെയാണ് ആഴ്സനിക്കും വരുന്നത്. ഓക്കെ, സിമ്പിൾ ആണ്. അപ്പം അത് നോക്കണ്ട, എല്ലാം എടുത്തിട്ടേ ഉള്ളൂ. ഇനി പി ടൈപ്പ് സെമികണ്ടക്ടർ ഹാസ് എക്സസ് ഓഫ് ഡാഷ് ചാർജസ്. ഏതായിരിക്കാം? ഇത് ട്രേഡ്സ്മാൻ ഇലക്ട്രോണിക്സ് 2014 ചോദിച്ച ക്വസ്റ്റ്യൻ. പോസിറ്റീവ്, നെഗറ്റീവ്, ബോത്ത് എ ആൻഡ് ബി, നൺ ഓഫ് ദിസ്. നമ്മൾ പറയുന്നത് പോസിറ്റീവ് ചാർജസ് ആണ് പി ടൈപ്പ് സെമികണ്ടക്ടർ. ആ ഹോൾസിന്റെ ഇത് വെച്ചിട്ടാണ് ആക്ച്വലി ക്വസ്റ്റ്യൻ ഇട്ടയാൾ ഉദ്ദേശിച്ചിരിക്കുന്നത്. ഹോൾസിനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്ന പൊതുവെ പോസിറ്റീവ് ആയിട്ടാണ് നമ്മൾ റെപ്രസെന്റ് ചെയ്യപ്പെടുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ്, doping of a semiconductor dash its electrical conductivity to great extent. ട്രേഡ്സ്മാൻ ഇലക്ട്രോണിക്സ് 2014 ചോദിച്ച ക്വസ്റ്റ്യൻ. എന്തായിരിക്കാം? നമ്മളിപ്പോൾ പഠിച്ച കാര്യം തന്നെ. ഡോപ്പിംഗ് എന്തിനു വേണ്ടിയാണ്? നമ്മുടെ ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി, അതായത് കണ്ടക്ഷൻ ഇൻക്രീസ് ചെയ്യിക്കാൻ വേണ്ടിയാണ് എന്നുള്ള കാര്യം. രണ്ടുപേരും ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ട്. എന്താണ്? അറിയാതെ വന്നതാണോ അതോ എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ കമന്റ് ചെയ്യോ, അല്ലെങ്കിൽ എന്താണെന്ന് മനസ്സിലാവില്ല. അറിയാതെ വന്നതാണോ? ഓക്കെ, അറിയാതെ വന്നായിരിക്കും അല്ലെ. എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യണേ. സൂമിൽ നിങ്ങൾക്ക് ഫോണിലാണ് കാണുന്നതെങ്കിൽ ലെഫ്റ്റിലേക്ക് ഒന്ന് സ്ലൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ചാറ്റ് ബോക്സ് വരും. പിന്നെയും അത് തിരിച്ചാക്കണമെന്നുണ്ടെങ്കിൽ അഗൈൻ റൈറ്റിലേക്ക് സ്ലൈഡ് ചെയ്താൽ മതി എന്ന് തോന്നുന്നു. ഓക്കെ, അതൊന്ന് ചെയ്ത് നോക്കുക. അടുത്തത്, ഇൻ ആൻ ഇൻട്രിൻസിക് സെമി കണ്ടക്ടർ ദ ഫെർമി ലെവൽ. അതേ വന്നു. അതാണ് ഞാൻ ഫെർമി ലെവലിനെ കുറിച്ച് പഠിപ്പിക്കാനുള്ള കാരണം. ഫോർബിഡൻ എനർജി പിന്നെ ഗ്യാപ്പില് ഫെർമി എനർജി ലെവൽ എവിടെ ആയിരിക്കും എന്നുള്ളതാണ് ചോദ്യം. ട്രേഡ്സ്മാൻ ഇലക്ട്രോണിക്സ് 2014 ചോദിച്ചത് ക്ലോസ് ടു വാലൻസ് ബാൻഡ് ആണോ, മിഡ് വേ ബിറ്റ്വീൻ കണ്ടക്ഷൻ ആൻഡ് വാലൻസ് ബാൻഡ് ആണോ, ക്ലോസർ ടു കണ്ടക്ഷൻ ബാൻഡ് ആണോ, അല്ലെങ്കിൽ വിത്തിൻ ദ വാലൻസ് ബാൻഡ് ആണോ? എവിടെ ആയിരിക്കാം? ഇതിന്റെ ആൻസർ എല്ലാവരും ഒന്ന് ചെയ്തേ. ഇൻട്രിൻസിക് സെമി കണ്ടക്ടറിലെ ഇൻട്രിൻസിക് സെമി കണ്ടക്ടർ ആണ് ചോദ്യം. ഫെർമി ലെവൽ എവിടെയായിരിക്കും എന്നുള്ളതാണ് ചോദ്യം. ഏതാണ് ആൻസർ? യെസ്, മിഡ്വേ ബിറ്റ്വീൻ കണ്ടക്ഷൻ ആൻഡ് വാലൻസ് ബാൻഡ് ആണ്. ആ ഫിഗർ എല്ലാവരും മനസ്സിലോട്ട് കൊണ്ടുവരണം. നമ്മൾ കണ്ടിരുന്നു. എന്താണ് ഇവിടെ കണ്ടക്ഷൻ ബാൻഡ് ആണെന്ന് വിചാരിക്കുക, ഇവിടെ ബാലൻസ് ബാൻഡ് ആണ്. ഇതിന്റെ ഇടയിലുള്ള ഗ്യാപ്പാണ് നമ്മൾ ഫോർബിഡൻ എനർജി ഗ്യാപ്പ് എന്ന് കണ്ടിരുന്നത്. ഇത്രയും വൈഡ് ആക്കണ്ട, ഞാൻ കാണാൻ വേണ്ടി ഇത്രയും വൈഡ് ആക്കി വരച്ചെന്നേ ഉള്ളൂ. സെമി കണ്ടക്ടർ എന്ന് പറയുമ്പോൾ നമ്മൾ കണ്ടു ഏകദേശം പിന്നെ കുറച്ച് ഗ്യാപ്പ് മാത്രമേ ഉള്ളൂ. ഇത് 1.1 ഇലക്ട്രോൺ വോൾട്ട് ആണെന്ന് തന്നെ വിചാരിക്കുക. ഒരു ഇൻട്രിൻസിക് സെമി കണ്ടക്ടർ ആണെങ്കിൽ ഇതിന് രണ്ടിനും ഇടയിലായിരിക്കും എന്ത്? ഫെർമി എനർജി ലെവൽ എന്ന് പറയപ്പെടുന്നത്. ഇൻട്രിൻസിക് സെമി കണ്ടക്ടർ കേസാണ്. ഇനി എക്സ്റ്റൻസിക്, അതായത് നമ്മുടെ പി ടൈപ്പും എൻ ടൈപ്പും വരുമ്പോൾ എവിടാണെന്നുള്ള കാര്യം ഞാൻ അവിടെ പറയാം. ക്വസ്റ്റ്യൻ ആയിട്ട് തന്നെ വരുന്നുണ്ട്. അല്ലെങ്കിൽ എവിടെ ആയിരിക്കാം പിന്നെ എൻ ടൈപ്പ് എന്ന് പറയുന്ന മെറ്റീരിയലിന് ഫെർമി ലെവൽ എവിടെ ആയിരിക്കാം? അറിയാവുന്നവരുണ്ടോ നോക്കട്ടെ, ഒന്ന് പറയൂ. എൻ ടൈപ്പ് സെമി കണ്ടക്ടറിന് ഫെർമി ലെവൽ, നമ്മൾ ഈ പറഞ്ഞ ഫെർമി ലെവൽ കണ്ടക്ഷൻ ബാൻഡിന്റെയും വാലൻസ് ബാൻഡിന്റെയും ഏത് ഭാഗത്തായിരിക്കും എന്നുള്ളതാണ് ചോദ്യം. ആൻസർ ചെയ്യോ?
നിയർ കണ്ടക്ഷൻ ബാൻഡ് എന്ന് പറഞ്ഞാൽ ആൻസർ പിന്നെ അല്ലെങ്കിൽ കണ്ടക്ഷൻ ബാൻഡ് എന്ന് പറഞ്ഞാലും ക്ലോസർ ടു എന്ന് പറഞ്ഞാലും ശരിയാവില്ല. വേറെ എന്തെങ്കിലും ആൻസർ? നിയർ പോരാ. അതിന്റെ ചോദ്യം ഓപ്ഷൻ വരുമ്പോൾ ഇപ്പൊ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും, ഓപ്ഷൻ കാണുമ്പോഴും മനസ്സിലാവും. നിയർ ടു കണ്ടക്ഷൻ ബാൻഡ് ശരിയാണ്. നിയർ എന്ന് പറഞ്ഞാൽ ചോദ്യം വരുന്നത് എബോവ് കണ്ടക്ഷൻ ബാൻഡ്, ബിലോ കണ്ടക്ഷൻ ബാൻഡ്. ഞാൻ നിങ്ങൾക്ക് ഓപ്ഷൻ തരുവാണ്. എബോവ് വാലൻസ് ബാൻഡ്, ബിലോ വാലൻസ് ബാൻഡ്. എവിടെ ആയിരിക്കും? യെസ്, ബിലോ കണ്ടക്ഷൻ ബാൻഡ് എന്ന് തന്നെയാണ് പറയുന്നത് കേട്ടോ. എൻ ടൈപ്പ് ആണെങ്കിൽ ഇവിടെ ആയിരിക്കും ഫെർമി എനർജി ലെവൽ ഉണ്ടാവുക. ബിലോ കണ്ടക്ഷൻ ബാൻഡ് എന്നാണ് നിങ്ങൾ പഠിച്ചു വെക്കേണ്ടത്. ഓക്കെ, അത് ഓർത്തിരിക്കണം. മോസ്റ്റ് ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ തന്നെ അത് മനസ്സിലാക്കി തന്നെ പോവുക. ഇനി പി ടൈപ്പ് ആണെങ്കിലോ സെയിം ഓപ്ഷൻസ് തന്നെ. പി ടൈപ്പ് ആണെങ്കിൽ എവിടെ ആയിരിക്കും ഫെർമി ലെവല്? എബോവ് വാലൻസ് ബാൻഡ് ആണ്, ഓർത്തിരിക്കണം. ഈ റീജിയനിലാണ് പി ടൈപ്പ് ആണെങ്കിൽ ഫെർമി എനർജി ലെവൽ വരുന്നത്. പി ടൈപ്പ് സെമി കണ്ടക്ടർ മെറ്റീരിയലിന് പിന്നെ എന്താ ഫെർമി എനർജി ലെവൽ വരുന്നത് എബോവ് വാലൻസ് ബാൻഡ് ആണ്. അപ്പൊ ഈ രണ്ട് പോയിന്റ് ഓർത്തിരിക്കണം. ഞാനിവിടെ അത് ഡിസ്ക്രൈബ് തന്നെ എഴുതിയിടാം. അപ്പൊ വീഡിയോ കാണുന്നവർക്ക് കുറച്ചുകൂടെ മനസ്സിലാവട്ടെ. എബോവ് വാലൻസ് ബാൻഡ് ആണ് പി ടൈപ്പ് വരുന്നത്. ഇത് ചോദ്യമായിട്ട് വന്നിട്ടുള്ളതാണ് കേട്ടോ. അപ്പൊ ആക്ച്വലി ഇട്ടിട്ടുണ്ടെന്ന് തോന്നുന്നു, നോക്കാം. ഇനി എൻ ടൈപ്പ് ആണെങ്കിൽ ഫെർമി എനർജി ലെവൽ എന്ന് പറയുന്നത് എവിടെ ആയിരിക്കും? ബിലോ കണ്ടക്ഷൻ ബാൻഡ് ആയിരിക്കും. ഓക്കെ, അപ്പൊ ഈ ഒരു കാര്യം ഇവിടെ ഓർത്തിരിക്കുക. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ദ സ്പേസ് ചാർജ് റീജിയൻ കണ്ടെയ്ൻസ് ചാർജസ് ദാറ്റ് ആർ mostly majority carriers, mostly minority carriers, fixer, donor and acceptor ions, mobile, donor and acceptor ions. ഓൾറെഡി പോളിടെക്നിക് കോച്ചിങ്ങിന് ഉണ്ടായിരുന്നവർക്ക് ഇതെല്ലാം കണ്ട് പരിചയമുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും. അവിടെ എല്ലാം ഇത് ഡീറ്റെയിൽ ആയിട്ട് തന്നെ ചെയ്യിപ്പിച്ചതാണ്. ഓക്കെ, അടുത്ത ക്ലാസ് തൊട്ട് ഇതിന്റെ തന്നെ പിന്നെ കുറെ കൂടെ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാനുണ്ട്. അപ്പോൾ അടുത്ത ക്ലാസ്സിലും ഇതിന്റെ കണ്ടിന്യൂഷൻ തന്നെ നടക്കുന്നതായിരിക്കും. 1 മണിക്കൂർ കഴിഞ്ഞു, കുറച്ചുകൂടെ മുമ്പോട്ട് പോയിട്ടുണ്ട് അല്ലെ? സാരമില്ല, ഈ ഒരു ക്വസ്റ്റ്യന്റെ സീരീസ് കഴിഞ്ഞിട്ട് നമുക്ക് നിർത്തിയാൽ പോരെ. അപ്പോൾ ഇവിടുത്തെ ആൻസർ ഏതാണ്? നമുക്കറിയാം. എന്താണ് ഈ സ്പേസ് ചാർജ് റീജിയൻ? സ്പേസ് ചാർജ് റീജിയൻ എന്ന് പറയുന്നത് എന്താണ്? സ്പേസ് ചാർജ് റീജിയൻ. അപ്പൊ അത് ഓർത്തിരിക്കണം. ഈ ഒരു പേര് ലെക്ചറർ ഇൻ ഇലക്ട്രോണിക്സ് 2017 വന്ന ചോദ്യമാണിത്. നിങ്ങൾ പിന്നെ വെരിഫൈ ചെയ്തപ്പോൾ കണ്ടിട്ടുണ്ടാവും. ആക്ച്വലി ഡിപ്ലീഷൻ റീജിയനെയാണ് സ്പേസ് ചാർജ് റീജിയൻ എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ അത് ഓർത്തിരിക്കണം. ഡിപ്ലീഷൻ റീജിയൻ തന്നെയാണ് സ്പേസ് ചാർജ് റീജിയൻ എന്ന് പിന്നെ വന്നിരിക്കുന്നത്. അപ്പൊ ആ സമയത്ത് ഇട്ടവർ ഒരുപാട് പേര് തെറ്റിച്ചിട്ടുണ്ടാവും, എന്താണെന്ന് അറിയാത്തവര്. അപ്പൊ അവിടെ എന്താ ഉണ്ടാവുക? നമ്മൾ പറഞ്ഞിരുന്നു ഫ്രീ ഇലക്ട്രോൺസോ ഹോൾസോ ഒന്നും തന്നെ ഇല്ല എന്ന് പറഞ്ഞു. കാരണം അത് റീകോമ്പിനേഷൻ നടന്നു പോയി. പിന്നെ ഉള്ളത് അവിടെ എന്താണ്? നെഗറ്റീവ് അയോൺസും പോസിറ്റീവ് അയോൺസും മാത്രമാണ്. അതുകൊണ്ട് അതെന്താണ്? ഇമ്മൊബൈൽ ആണ്, ഫിക്സഡ് ആയിട്ട് അവിടെ ഇരിക്കുന്ന പിന്നെ അയോൺസ് ആണ്. അപ്പൊ ഇവിടുത്തെ ആൻസർ ഏതായിരിക്കും? ഓപ്ഷൻ സി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ഫിക്സഡ്, ഡോണർ ആൻഡ് അക്സെപ്റ്റർ അയോൺസ് ആയിരിക്കും എന്ത് ചെയ്യുന്നത്? ഈ സ്പേസ് ചാർജ് റീജിയൻ അല്ലെങ്കിൽ ഡിപ്ലീഷൻ റീജിയനിൽ റിസൈഡ് ചെയ്യപ്പെടുന്നത്. ഓക്കെ, ക്ലിയർ ആണല്ലോ? അടുത്തത് ഫോർവേഡ് റെസിസ്റ്റൻസ് ഓഫ് എ ഡയോഡ് വിൽ ബി. സ്പീഡിൽ ഒന്ന് പിന്നെ ചെയ്തു പോവുക, അതൊക്കെ അറിയാവുന്ന കാര്യമല്ലേ. ഒരു ഡയോഡ് ഫോർവേഡ് ബയസിലാണെങ്കിൽ അതിന്റെ ഫോർവേഡ് റെസിസ്റ്റൻസ് എത്രയായിരിക്കും എന്നുള്ളതാണ് ചോദ്യം. ആൻസർ ചെയ്യുക. എന്താണ്? സ്മോൾ ആയിരിക്കും അല്ലെ? വളരെ കുറഞ്ഞ പിന്നെ റേഞ്ചിലുള്ള ഫോർവേഡ് റെസിസ്റ്റൻസ് മാത്രമേ ഉള്ളൂ. ആ കട്ടിംഗ് വോൾട്ടേജ് മറികടക്കാനുള്ള ആ ഒരു റെസിസ്റ്റൻസ് മാത്രം. ഇനി ദ റെസിസ്റ്റൻസ് ഓഫ് എ ഡയോഡ് ഈസ് ഡാഷ് വെൻ ഇറ്റ് ഈസ് ഫോർവേഡ് ബയസ്ഡ്. തിരിച്ചു മറ്റൊരു രീതിയിൽ ചോദിച്ചതാണ്. അപ്പം ഇത് ഏതാണെന്ന് കൊടുത്തിട്ടില്ലെന്ന് തോന്നുന്നു, ഏത് എക്സാമിനാണ് ചോദിച്ചതെന്നുള്ളത്. ഏതായിരിക്കും ആൻസർ? റെസിസ്റ്റൻസ് ഓഫ് എ ഡയോഡ് ഡാഷ് വെൻ ഇറ്റ് ഈസ് ഇൻ ഫോർവേഡ് ബയസ്ഡ്. മിനിമം ആയിരിക്കും അല്ലെ? അപ്പം ഐഡിയൽ ചോദിച്ചാൽ 0. ഐഡിയൽ എന്ന് വന്നു കഴിഞ്ഞാൽ 0 ആണ് ഒബ്വിയസ്ലി. ഐഡിയൽ ഡയോഡിന്റെ കേസ് ആണെങ്കിൽ 0 അല്ലെങ്കിൽ ഇൻഫിനിറ്റിയെ എടുക്കാൻ പാടുള്ളൂ അല്ലെ പിന്നെ ക്വസ്റ്റ്യനിൽ. ഓക്കെ, അപ്പൊ മിനിമത്തിന്റെ സ്ഥാനത്ത് 0യും മാക്സിമത്തിന്റെ സ്ഥാനത്ത് ഇൻഫിനിറ്റിയും വരും. ഇൻ റിവേഴ്സ് ബയസ് ആണെങ്കിൽ മാക്സിമം ആയിരിക്കും. ദാറ്റ് മീൻസ് ഐഡിയൽ ആയിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ ഇൻഫിനിറ്റി ആയിരിക്കും എന്നുള്ള കാര്യം ഓർക്കുക. ഐഡിയൽ ഡയോഡിന്റെ കേസ് നമ്മൾ പഠിക്കുന്നുണ്ട്, അപ്പൊ അവിടെ ഡീറ്റെയിൽ ആയിട്ട് ഇത് പറയുന്നതായിരിക്കും. അടുത്തത് ഇൻ എ പി എൻ ജംഗ്ഷൻ ഡയോഡ് ദ ബാരിയർ പൊട്ടൻഷ്യൽ ഓഫേഴ്സ് ഒപ്പോസിഷൻ ടു. പി എൻ ജംഗ്ഷൻ ഡയോഡിലെ ബാരിയർ പൊട്ടൻഷ്യൽ എന്തിനെയാണ് ഒപ്പോസ് ചെയ്യപ്പെടുന്നത് എന്നുള്ളതാണ് ചോദ്യം. ഏതാണ്? മൈനോറിറ്റി ചാർജ് കാരിയേഴ്സിനെയാണോ, മെജോറിറ്റിയാണോ, അല്ലെങ്കിൽ ഹോൾസ് ഇൻ എൻ റീജിയനെയാണോ, ഇലക്ട്രോൺസ് ഇൻ പി റീജിയൻ ആണോ? ഇത് ട്രേഡ്സ്മാൻ ഇലക്ട്രോണിക്സ് 2016 ചോദിച്ച ക്വസ്റ്റ്യൻ. ബാരിയർ പൊട്ടൻഷ്യൽ ഒപ്പോസ് ചെയ്യുന്നത് ആരെയാണ്? മെജോറിറ്റി ചാർജ് കാരിയേഴ്സിനെയാണ് അല്ലെ?
രണ്ട് റീജിയനിലുള്ള മെജോറിറ്റി ചാർജ് കാരിയേഴ്സിനെയാണ് എന്ത് ചെയ്യുന്നത്, ഓപ്പോസ് ചെയ്യപ്പെടുന്നത്. ഓക്കെ, then the minority carrier current in a semiconductor diode is largely a function of, നമ്മുടെ ഏറ്റവും അവസാനം നമ്മൾ പഠിച്ച PN ജംഗ്ഷൻ ഡയോഡിൽ റിവേഴ്സ് ബയസ് കണ്ടീഷനിൽ വർക്ക് ചെയ്യുമ്പോൾ അവിടെ മൈനോറിറ്റി കരിയർ കറണ്ട് ഉണ്ടാവും എന്ന് പറഞ്ഞു. അത് എന്തിന്റെ അഫക്ഷൻ കാരണമാണ്? ലാർജർലി എ ഫംഗ്ഷൻ എന്ന് എടുത്തു പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ശ്രദ്ധിച്ചു തന്നെ നോക്കണം. ലാർജർലി എ ഫംഗ്ഷൻ. ലെക്ചറർ ഇൻ ഇലക്ട്രോണിക്സ് 2017 ചോദിച്ച ക്വസ്റ്റ്യൻ. നമ്മുടെ ലേറ്റസ്റ്റ് ആയിട്ടുള്ളത് നമുക്ക് അവസാനം ഡിസ്കസ് ചെയ്യാം കേട്ടോ. നമ്മളിപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വന്ന ക്വസ്റ്റ്യൻ പേപ്പർ അവസാനം എന്ന് പറഞ്ഞാൽ ഇടയ്ക്കോ അല്ലെങ്കിൽ അവസാനമോ ഡിസ്കസ് ചെയ്യാം. അപ്പൊ ഇവിടുത്തെ ആൻസർ എന്താണ്? നമ്മുടെ സിലബസ് ഒക്കെ ഓൾമോസ്റ്റ് ഒന്ന് നീങ്ങിയിട്ട് ഡിസ്കസ് ചെയ്യാം. അപ്പൊ ഇവിടെ എന്താണ്? ലാർജർലി എ ഫംഗ്ഷൻ ഓഫ് ടെമ്പറേച്ചർ ആണ്. ബാക്കിയുള്ളതിന് അഫക്ഷൻ ഇല്ല എന്നാണ് അത് ഉദ്ദേശിക്കുന്നത്. എമൗണ്ട് ഓഫ് ഡോപ്പിങ്ങിന് ഒരു ഫംഗ്ഷൻ എന്താണെങ്കിലും അവിടെ ഉണ്ട് അല്ലെ, കരിയേഴ്സിന്റെ എണ്ണം കൂട്ടുന്നതിൽ ഭാഗമായിട്ടുണ്ട്. പിന്നെ ഫോർവേഡ് ബയസ് വോൾട്ടേജ് പിന്നെ ഫംഗ്ഷൻ ഇല്ല. റിവേഴ്സ് ബയസ് വോൾട്ടേജിന് ഫംഗ്ഷൻ ഉണ്ട് അല്ലെ, പക്ഷെ ഇവിടെ എടുത്തു ചോദിച്ചിട്ടുണ്ട് ലാർജർലി എ ഫംഗ്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. ടെമ്പറേച്ചർ ആണ് അതിലെ മുഖ്യ പിന്നെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് എന്നുള്ള കാര്യം ഓർത്തു വെച്ചേക്കുക. ഓക്കെ, അപ്പൊ ഇന്നത്തെ ക്ലാസ് ഇത്രയുമാണ്. നമുക്ക് ബാക്കി കുറച്ച് ക്വസ്റ്റ്യൻസ് കൂടെ ഉണ്ട് റിലേറ്റഡ് ടു ഈ ഒരു PN ജംഗ്ഷൻ ഡയോഡിനെ കുറിച്ച് തന്നെയുള്ളത്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഫോർവേഡ് ചെയ്യാം. അടുത്ത ബുധനാഴ്ച കുറച്ചുകൂടെ സ്പീഡിൽ നമുക്ക് നീങ്ങാം. ഇനി തിയറി എന്ന് പറയുന്ന ഒരു അരമണിക്കൂർ കൊണ്ട് നമുക്ക് ചുരുക്കിയിട്ട്, കാരണം തിയറി ഓൾറെഡി നിങ്ങൾക്ക് അവൈലബിൾ ആണല്ലോ, കൂടുതൽ ക്വസ്റ്റ്യൻസിലേക്ക് നമുക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാം എന്ന് ഉദ്ദേശിക്കുന്നു. ഇന്ന് കുറച്ച് വൈഡായി പോയെന്ന് തോന്നുന്നു. കുഴപ്പമില്ല, എന്നാലും പഠിക്കാൻ പറ്റുന്നുണ്ടല്ലോ. ഓക്കെ, അപ്പൊ ഇന്നത്തെ ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്യാം അല്ലെ. വേറെ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടോ? കമന്റ് ചെയ്യോ? പ്രിപ്പറേഷൻ സ്ട്രാറ്റജി ഒക്കെ എല്ലാവർക്കും മനസ്സിലായല്ലോ? എല്ലാവരും പോയോ? ഉണ്ടോ എല്ലാവരും? ഓക്കെ, അപ്പോ ഒന്നുമില്ല. എന്തെങ്കിലും ഉണ്ടോ? ഉണ്ടെങ്കിൽ ചോദിക്കുക. ഓക്കെ, ശരി. അപ്പൊ വൈൻഡ് അപ്പ് ചെയ്യാം അല്ലെ. അപ്പൊ എല്ലാവരും ലൈവിൽ വരാൻ ശ്രദ്ധിക്കണം. ആഴ്ചയിൽ ഒരു ദിവസം ഉള്ളത് കൊണ്ട് തന്നെ പ്രത്യേകിച്ച്. പിന്നെ ഞാൻ പറഞ്ഞ കാര്യം മറക്കരുത്, ആഴ്ചയിൽ മിനിമം 3 ക്ലാസ്. ഇനിയിപ്പോ ഒരു കാര്യം ചെയ്യുക, ആദ്യത്തെ 3 ക്ലാസ് തന്നെ കണ്ടിട്ട് വരിക. പിന്നെ നെക്സ്റ്റ് വീക്കിലേക്കും കൂടെ വേണ്ടി. ഓക്കെ, ആദ്യത്തെ 1, 2, 3 ക്ലാസ്സുകൾ കണ്ടിട്ട് വരിക. ഓക്കെ, അപ്പൊ നിർത്താം. ബൈ, താങ്ക് യു.